ഞങ്ങളോട് പറയാണ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുള്ള അധിക സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കോണ്ടന്റും അതുപോലെ തന്നെ നിങ്ങൾ റീഡ് ചെയ്തിട്ടുള്ള അധിക സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്സും ആക്ച്വലി നിങ്ങളെ പറ്റിക്കും. എല്ലാവരും പറയും നിങ്ങളോട് വർക്ക് ഹാർഡ്, ബി ഡിസിപ്ലിൻഡ്, പ്രാക്ടീസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഫൈനലി യു വിൽ ബി സക്സസ്ഫുൾ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് എത്രത്തോളം നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നോ അത്രത്തോളം നിങ്ങൾ സക്സസ്ഫുൾ ആവാതെയുള്ള ചാൻസ് കൂടുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഗ്രോത്തിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. 2025 എനിക്ക് യൂട്യൂബിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഒരു ഇയർ കൊണ്ട് തന്നെ ഐ തിങ്ക് ഒരു ഇയർ എടുത്തിട്ടില്ല, ഏകദേശം 8 മാസം കൊണ്ട് തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തി. പക്ഷേ 2026 ആയപ്പോഴത്തേനും ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ പതുക്കെ സ്ലോ ആകാൻ തുടങ്ങി. എനിക്ക് ആ പണ്ടുണ്ടായ ആ ഒരു ഫാസ്റ്റ് പിന്നല്ലേ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഓരോ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടേ നിൽക്കും, എന്നും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കും, വ്യൂസ് കയറുണ്ടോ, കമൻറ്റ് എന്താ വരുന്നതെന്നൊക്കെ. അതുപോലെ തന്നെ ഡെയിലി ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രോത്തിൽ ഇതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ഒബ്സസ്ഡ് ആയപ്പോൾ എനിക്ക് കൂടുതൽ റിസൾട്ട് തരുന്നതിൻ്റെ പകരം എനിക്ക് ആക്ച്വലി നെഗറ്റീവ് റിസൾട്ടാണ് അവിടെ ഉണ്ടായത്. ഓൾറെഡി സ്പീഡ് കുറഞ്ഞു, അത് വീണ്ടും ഇങ്ങനെ കുറയാൻ തുടങ്ങി. കാരണം ശരിക്കും എൻ്റെ എനർജി എവിടെയാണ് പോകേണ്ടത്? വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കണതിൽ, പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണതിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യണതിൽ, അത് ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണതിലൊക്കെയാണ്. പക്ഷേ അതിന് പകരം ഞാൻ ആക്ച്വലി ഈ ഒരു മെട്രിക്സിലും സക്സസ്സിലും ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇഷാം ഇത്രയും കാലം എന്തോ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാനും ഡിസിപ്ലിൻഡ് ആവാനൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം എന്താ ഈ ചങ്ങായി ഇങ്ങനെ പറയണമെന്നൊക്കെ. ഫസ്റ്റ് ഈ കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ തന്നെ വിചാരിച്ചത്, ഇതെന്താ നേരെ തിരിച്ചു പറയണത്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സക്സസ് കിട്ടല്ലേ ചെയ്യുക, നേരെ പോവുകയാണോ ചെയ്യാന്നൊക്കെ. പക്ഷേ പിന്നെ ഈ ഒരു സംഭവം ഞാൻ ശരിക്കും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം സത്യമാണെന്നുള്ളത്. ഇതിനെയാണ് ബാക്ക്വേർഡ്സ് ലോ എന്ന് പറയുന്നത്. ഇത് അലൻ വാർഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് റീസെൻ്റ് ആയിട്ട് നമ്മളെ മാർക്ക് മെൻസനുണ്ടല്ലോ, സഡിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എഫക്ട് എന്ന് പറഞ്ഞ മൂപ്പര് ബുക്കിൽ ഈ ഒരു സംഭവം പറയുന്നുണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഹാപ്പിനെസ്സും ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. പക്ഷേ ആദ്യം അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ്സ് ലോ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മളിടുന്ന എഫേർട്ടിനനുസരിച്ച് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എത്രത്തോളം എഫേർട്ട് നമ്മളിടും അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യും, നമ്മൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി ലൈഫിൽ എല്ലാം എഫേർട്ടിന് ഒരേപോലെ അല്ല റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മെയിനായിട്ട് ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ലീനിയർ റിലേഷൻഷിപ്പ്, അതേപോലെ ഡിമിനിഷിങ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പുള്ള അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കർവിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ബാക്ക്വേർഡ്സ് ലോ എന്ന് പറയാൻ പറ്റുക. ഈ ഒരു 3 റിലേഷൻഷിപ്പും ഞാൻ നിങ്ങൾക്ക് ഐപാഡിൽ ഗ്രാഫ് വരച്ചുകൊണ്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ലീനിയർ റിലേഷൻഷിപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാഫിൻ്റെ അടിഭാഗം എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുക്കണില്ല, അടിഭാഗം എന്ന് പറയാം. അടിഭാഗത്ത് നമ്മൾ എഫർട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന പണി, ഇവിടെ നമ്മളതിൻ്റെ റിവാർഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഓക്കെ. ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലീനിയർ എന്ന് എഴുതാം. ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എഫർട്ട് ഇടുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് നേരെയാണ് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ റിലേഷൻഷിപ്പ് പറയുന്നത് നമ്മൾ എത്രത്തോളം എഫർട്ട് ഇടുന്നോ അത്രത്തോളം റിസൾട്ട് കിട്ടും. ഇങ്ങനെ വരുന്ന ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള, വല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത അങ്ങനത്തെ സംഭവങ്ങൾ. ഫോർ എക്സാമ്പിൾ ഡ്രൈവിങ്, അതേപോലെ തന്നെ വാക്കിങ്, പിന്നെ ക്ലീനിങ്, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്ന പരിപാടി. ഇങ്ങനത്തെ ഒന്നും വല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ബ്രെയിനൊന്നും വല്ലാതെ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മെക്കാനിക്കൽ സാധനങ്ങളൊക്കെ എത്രത്തോളം എഫർട്ട് നമ്മൾ ഇടുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഒരു ഡ്രൈവിൻ്റെ എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 60 km/h ഒരു കാറിൽ ഒരു 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തായാലും 60 km പോകുന്നത്, 60 km/h. അപ്പോൾ നമ്മൾ 60 km കവർ ചെയ്യില്ലേ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ? അത് നമ്മളതിൻ്റെ ഡബിൾ പോയി കഴിഞ്ഞാലോ, 2 മണിക്കൂർ പോയി കഴിഞ്ഞാലോ, അപ്പോൾ നമ്മൾ 120 km കവർ ചെയ്യൂലേ. അപ്പോൾ അതായത് എഫേർട്ടും അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലായിട്ടാണ് പോകുന്നത്. ഒരേപോലത്തെ റിലേഷൻഷിപ്പാണ്. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും കൂടും. ഇനി നെക്സ്റ്റ് വരുന്ന കർവ് ഞാൻ കാണിച്ചു തരാം, ഡിമിനിഷിങ് ആയിട്ടുള്ളത്. ഡിമിനിഷിങ് കർവ്, ഡിമിനിഷിങ് കർവ്. ഇപ്പോൾ ഡിമിനിഷിങ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഫർട്ട് ഇടുന്നതിനനുസരിച്ച് അത്യാവശ്യം റിസൾട്ട് നമുക്ക് കിട്ടും ആദ്യമൊക്കെ. പക്ഷേ എഫർട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കുറഞ്ഞു വരും. ബെനിഫിറ്റ് കിട്ടൂല എന്നല്ല, പക്ഷേ ബെനിഫിറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും. അവസാനം ഇത് നെഗറ്റീവിലേക്ക് പോകും.
ആക്ച്വലി ഓപ്പോസിറ്റ് റിസൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോകും. ഇത് എവിടേക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുന്ന, അല്ലെങ്കിൽ ഫെറ്റീഗ്, ലേണിങ്, ഇതൊക്കെ വരുന്ന കൂടുതലും മനുഷ്യന്മാർ അങ്ങനത്തെ സംഭവങ്ങൾ ഇൻവോൾവ് ആവുന്ന സ്ഥലങ്ങളിൽ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, ലേണിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താവും, ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും, ആദ്യമൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും, പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരും. അത് ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം, സ്റ്റഡിങ്ങിൻ്റെ എക്സാമ്പിളോട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ പഠിച്ചു വിചാരിച്ചു, ഓക്കെ, അപ്പോൾ നല്ല നാക്കുണ്ട്, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടി, ഓക്കെ, റിവാർഡ് അല്ലെങ്കിൽ റിസൾട്ട് ആക്കട്ടെ അവിടെ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി അതേപോലെ നമ്മൾ എന്തായി, ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരാഴ്ചയൊക്കെ 2 മണിക്കൂർ പഠിച്ചു, ഇനി നമുക്ക് 4 മണിക്കൂറാക്കാൻ നമ്മൾ വിചാരിച്ച്, നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈമിൽ അപ്പോൾ നമ്മളിത് 4 മണിക്കൂറാക്കി. 4 മണിക്കൂറാക്കിയപ്പോഴും കുഴപ്പമില്ല, ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, ക്ലാസ്സിൽ നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സാമുകളിലൊക്കെ നല്ല മാർക്കുണ്ട്. പിന്നെ നമ്മളെന്ത് വിചാരിച്ചു, ഓക്കെ, ഇപ്പോൾ 4 മണിക്കൂറല്ലേ പഠിക്കണുള്ളൂ, ഇനി അതൊരു 8 മണിക്കൂറാക്കിയാലോ നല്ല മാർക്ക് കിട്ടും, ഇനി ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളതെന്താക്കി, ഒരു 8 മണിക്കൂറാക്കി. 8 മണിക്കൂറാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, 4 മണിക്കൂർ പഠിച്ചപ്പോൾ കറക്റ്റ് ചെയ്യണം, അതിൻ്റെ അപ്പുറത്തേക്ക് കൂട്ടിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചടക്കാൻ തുടങ്ങി. ആദ്യം പഠിത്തം എന്നൊക്കെ പറയുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എക്സാമിനും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കെ പോകാൻ തുടങ്ങി. ഇനി അത് നിങ്ങളൊരു ഇപ്പോൾ ഈ കർവ് ഇവിടെ വരെ വരച്ചിട്ടുള്ളൂ, ഒന്ന് കുറച്ചുകൂടി വരച്ചില്ല താഴത്തേക്ക്. ഇതൊരു 16 മണിക്കൂറാണ് ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഉറക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞാൽ 16 മണിക്കൂർ കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ ബുക്കൊക്കെ എടുത്ത് വലിച്ചറിയാൻ തോന്നുന്നു, ടീച്ചറൊക്കെ ചിലപ്പോൾ മോന്തൊക്കെ അടിച്ചാൽ തോന്നും, സ്ലീപ്പ് ഡിപ്രിവേഷനൊക്കെ കഴിക്കാണ്ട്. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ്, ക്രിയേറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരിക. നമുക്ക് നമ്മളെ ക്രിയേറ്റീവ് ജ്യൂസ് എന്നൊക്കെ പറയുന്നത് ഒരു 4-5 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ പുഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ റിസൾട്ടിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് അവസാനം നമുക്ക് ഒന്നും കിട്ടാതാവും. നമ്മൾ വരക്കണത് ആക്ച്വലി നമുക്ക് നെഗറ്റീവ് റിസൾട്ട് വരാൻ തുടങ്ങും, പാളും. അതേപോലെ പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളും ലൈഫിലുണ്ട്. ഇനി അടുത്ത വരുന്ന ആളാണ് നമ്മൾ ആക്ച്വൽ ആൾ, അതാണ് നമ്മളെ ബാക്ക്വേർഡ്സിലോ അല്ലെങ്കിൽ നെഗറ്റീവ് കർവ് എന്നുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഗ്രാഫ് നേരെ തിരിച്ചേക്കരം വന്നിട്ടുണ്ടാവുക. ഈ സംഭവം ഞാൻ മാർക്ക് മാൻസൻ്റെ ഒക്കെ ഒന്ന് കണ്ടാട്ടോ. ഇതിങ്ങനെ ഒരു ഒഫീഷ്യലി ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മൂപ്പർക്കും അറിയില്ല തോന്നുന്നുണ്ട്, മൂപ്പർ ഇൻവെൻറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ എഫർട്ട് വരുന്നത് മുകളിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ്. ഇവിടെ റിവാർഡ് വരുന്നത് ഈ സൈഡിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് നെഗറ്റീവ് കർവ് എന്ന് എഴുതാം. അതുപോലെ നെഗറ്റീവ് കർവ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്സ് ലോ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ, എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ആക്ച്വലി ശരിക്കും നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ ഗ്രാഫൊക്കെ വരക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ആ ഗ്രാഫിൽ ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ആക്ച്വലി എന്തുണ്ടാവുന്നത്, ഈ സൈഡിലേക്ക് പോകുമ്പോൾ എഫേർട്ട് കൂടുക, ഈ സൈഡിലേക്ക് പോകുമ്പോൾ റിവാർഡ് അല്ലെങ്കിൽ റിസൾട്ട് കൂടുക എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വരക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതൊക്കെ ഇൻക്രീസ് ചെയ്യും വലത്തേക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എഫേർട്ട് മുകളിലിടാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് ആക്ച്വലി താഴത്തേക്കാണ് ഗ്രാഫ് പോവുക, റിസൾട്ട് കുറയുക ചെയ്യുക. മറ്റോടത് ഡിമിനിഷിങ്ങിൽ ഞാൻ ഒന്ന് ജസ്റ്റ് നീക്കി കാണിച്ചു തരാം. നമ്മൾ എഫേർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിവാർഡ് കൂടുന്നു. ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ആ റിവാർഡ് കൂടിക്കൊണ്ടേ പോകും. ഇവിടെ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് എത്ര കുറച്ച് എഫേർട്ട് ഇടുന്നത് അത്രത്തോളം റിസൾട്ട് കുറയുക ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് നെഗറ്റീവ് ഔട്ട്പുട്ടാണ് കിട്ടുക. ഇതിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ തലയിലൊന്നും കത്തുന്നുണ്ടാവില്ല. സിമ്പിൾ എക്സാമ്പിളുകളൂടെ പറഞ്ഞാൽ കുറച്ച് 2-3 എക്സാമ്പിൾ ഉണ്ട്. അതിലൊന്നാണ് കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസ് മെയിനായിട്ട് ഈ നെഗറ്റീവ് കർവ് അപ്ലിക്കബിൾ ആവുക എവിടെ വെച്ചാൽ സൈക്കോളജിക്കലായിട്ടുള്ള സംഭവങ്ങൾ, സൈക്കോളജിക്കൽ അതേപോലെ തന്നെ ഇമോഷണൽ കാര്യങ്ങൾക്കാണ്. ഓക്കെ, ഇത് നല്ല രീതിയിൽ റോൾ വരുന്ന കാര്യങ്ങൾക്കാണ് ഈ ബാക്ക്വേർഡ്സ് അപ്ലിക്കബിൾ ആവുക. അപ്പോൾ കോൺഫിഡൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയി ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആയി തോന്നണം എന്നുള്ള തോട്ട് നമ്മളെ മനസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മൾ ഓരോ ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഓവർ തിങ്ക് ചെയ്യും. ഓക്കെ, ഞാൻ എങ്ങനെ കാട്ടിയാലോ കോൺഫിഡൻ്റ് ആയി തോന്നുക, ഞാൻ ഇങ്ങനെ കാട്ടിയാലോ, ഞാൻ കുറച്ച് ഇങ്ങനെ ഇരുന്നാലോ, ഞാൻ കുറച്ച് ഡീപ്പായി സംസാരിച്ചാലോ, ഞാൻ വല്ല കണ്ണിക്ക് നോക്കി സംസാരിച്ചാലോ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആൾ വിചാരിച്ചത് കണ്ണിൽ നോക്കി സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ പേര് ശ്യാമ്, ഞാനൊരു യൂട്യൂബറാണ്, ഞാൻ ചെയ്യുന്ന വർക്ക് ഇതാണ്, അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് എന്ത് പൊട്ടനാണെന്ന് വിചാരിച്ചാൽ
സോ ആക്ഷൻസ് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഞാൻ എങ്ങനെ കാട്ടിയാലും ഓലിനെ കോൺഫിഡൻ്റായി പെർസീവ് ചെയ്യുക, ചിരിച്ചു കഴിഞ്ഞാൽ മോശമാവുമോ, ഞാൻ ഇതിൻ്റെ കുറവുകൾ കാര്യങ്ങൾ ആ രീതിയിൽ ആകെ രീതിയിൽ ഓവർ തിങ്ക് ചെയ്യും ആക്ഷൻസ്. അതുപോലെ നമ്മളെന്ത് ചെയ്യും, ഡയലോഗ്സ് നമ്മളെ മൈൻഡിൽ റീപ്ലൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓല് പറയണമെങ്കിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൈൻഡിൽ അത് ശരിയായോ പറഞ്ഞ് മോശമായോ ഇനി എന്താ പറയുക എന്നുള്ള രീതിയിലാക്കി തോന്നും. അപ്പോൾ ആക്ച്വലി അവിടെ റിസൾട്ട് എന്താ കിട്ടാൻ പോകുന്നത്, നമ്മൾ ശരിക്കും നോക്കിയത് കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓല് എങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇതൊരു ഇൻസെക്യൂറായ ചെങ്ങയാണ്, ഈ ചെങ്ങായി ആകെ മന്ദടിച്ചൊരു ചെങ്ങയാണ്, ഇപ്പം വിരാന്തനാണെന്നുള്ള രീതിയിൽ ഓല് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് വേറെ എന്ത് വർക്ക് ചെയ്യുക, ബാക്കിയുള്ള പോലെ മുമ്പിൽ ലൈക്കബിൾ ആവാൻ നോക്കുക. ഓലെ കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലവിനെ ചേസ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സിമ്പിൾ എക്സാമ്പിളാണ് സ്ലീപ്പ്. സ്ലീപ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലാവും. നമ്മളിപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഉറങ്ങണം അങ്ങനെ ദം മുടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണൊക്കെ നടിച്ചിട്ട് ഉറക്കം വാ പറഞ്ഞാണ് നിന്ന് കഴിഞ്ഞാൽ ഉറക്കം വരൂ? ഇല്ല. അതെപ്പോഴാണ് വരിക? വെൻ ദ കണ്ടീഷൻസ് ആർ റൈറ്റ്. ഒരു സൈഡ് എഫക്റ്റ് ആയിക്കാണ്ട് വരിക. ഇതാണ് ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സാധനത്തിനെ ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്നല്ല, ഡയറക്റ്റ്ലി അതിനെ പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇമോഷണൽ സൈക്കോളജിക്കൽ കാര്യങ്ങൾ റിലേറ്റ് ആയി വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്താ കിട്ടുക, നെഗറ്റീവ് റിസൾട്ട് കിട്ടുക. അതാണ് ഈ നെഗറ്റീവ് കർവ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പ് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ശരിക്ക് സ്ലീപ്പ് കിട്ടൂല. എന്നാൽ അതേസമയം നമ്മളെന്ത് ചെയ്യുക, സ്ലീപ്പിനെ നമ്മളിപ്പോൾ റിലാക്സ്ഡ് ആയിക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ലൈറ്റൊക്കെ ഓഫാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഉണ്ടാവുക, നാച്ചുറലായിക്കാണ് നമ്മൾ ഉറങ്ങും. അതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻസ് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ ഡയറക്റ്റ്ലി അതിനെ പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ കോൺഫിഡൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് കണ്ടീഷൻസ് റെഡി ആവുക, നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഇന്ന മിസ്റ്റേക്സുകളുണ്ട്, നമ്മളിങ്ങനെയാണ് സംസാരിക്കുക, നമ്മളെ രീതി ഇങ്ങനെയാണ്, അതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള മുമ്പിലൊക്കെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെങ്ങനെയാണോ അങ്ങനെയൊക്കെ ക്യാമറയുടെ മുമ്പിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ നാച്ചുറൽ, ഇതാണ് നമ്മളെ വേർഷൻ. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചാണ്ട് ഓലെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ, വേണ്ടി ജെനുവിൻലി ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്കബിൾ ആവും. അതേപോലെ തന്നെ നമ്മൾ എ പേഴ്സൺ വർത്തി ഓഫ് ലവ്, ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലവബിൾ ആവും. സോ ഒരു കാര്യത്തിനെ ഡയറക്റ്റ്ലി പെർസ്യൂ ചെയ്യാതെ അതിന് ഇൻഡയറക്റ്റ്ലി അതിൻ്റെ കണ്ടീഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ആ റിസൾട്ട് കിട്ടുക എന്നാണ് എന്ത് പറയുന്നത്, ഈ ബാക്ക്വേർഡ്സ് ലോ പറയുന്നത്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്, ഹാപ്പിനെസ്സും ഇതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഈ ലോകം നമുക്ക് കോൺസ്റ്റൻ്റ്ലി തരുന്ന ഒരു മെസ്സേജ് എന്താ, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആവണം. നമ്മൾ മൂവീസ് കാണുന്നുണ്ടെങ്കിൽ, ആൾക്കാരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു ഹാപ്പി ലൈഫ് നിങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു മെസ്സേജ്. ഓക്കെ, ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാവരും ലൈഫ് എന്തെങ്കിലും ഓല് കാണിക്കുന്നത് ഫുൾ ഹാപ്പി ലൈഫേക്കാരം, ഫുൾ അടിപൊളിയായി പോകുന്ന കാര്യങ്ങളേക്കാരം. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഇവരെ ലൈഫ് മൊത്തം ഹാപ്പി, എല്ലാം അടിപൊളിയായി പോകുന്നുണ്ട്. നമ്മളെ ലൈഫ് എന്താ ഇങ്ങനെ, ഇത് എപ്പോഴും ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എപ്പോഴെങ്കിലും ഉള്ളല്ലോ എന്ന് കരുതിയാൽ നമ്മളെന്താവും, അൺഹാപ്പി ആവും. പിന്നെ നമ്മൾ അൺഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ എന്താവും, എനിക്ക് എപ്പോഴും അൺഹാപ്പിനെസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അൺഹാപ്പി ആവും. ഈ രീതിയിൽ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിക്കാണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ ഈ ഐഡിയ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഹാപ്പിനെസ്സിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ബിഗ് തിങ്ക് എന്ന് പറഞ്ഞ ചാനലിൽ താൽ ബെൻ ഷെഹർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സംഭവമുണ്ട്, ആൻറ്റി ഫ്രെജിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അത് നസീം താലിബ് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് മൂപ്പര ബുക്കിൽ പറഞ്ഞ സംഭവമാണ് ആൻറ്റി ഫ്രെജിലിറ്റി. പിന്നെ അതേപോലെ തന്നെ ലൈഫ് കൂടുതലൊരു ഹാപ്പിനെസ് നിറഞ്ഞിട്ടുള്ളൊരു ലൈഫ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹാപ്പി ലൈഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് സ്പയർ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്പയർ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വെൽബീയിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ, അതിലെ കൺസെപ്റ്റുകൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ച സംഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളായിട്ട് ഭയങ്കര അലൈനായി എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണം എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആൻറ്റി ഫ്രെജിലിറ്റി എന്നുള്ളത് എന്താണെന്ന് പറയാം. നസീം താലിബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ താൽ ബെൻ ഷെഹർ മൂപ്പര വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിനോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസീലിയൻസ് 2.0 ആയിട്ടാണ്. ഓക്കെ, റെസീലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ സംഭവം എന്താ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ പ്രശ്നം വരുന്നതിന് മുമ്പ് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ലൈഫിൽ എന്തെങ്കിലും ഹാർഡ്ഷിപ്പ് നടന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ക്യാനൺ ഇവൻസ് വന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുകയാണ് നമ്മളെ പഴയ സ്റ്റേറ്റിലേക്ക്, നമ്മൾ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അത് നമ്മൾ റെസീലിയൻസ് എന്ന് പറയണം. ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കില്ലാണ് റെസീലിയൻസ് എന്നുള്ളത്. എന്നാൽ ആൻറ്റി ഫ്രെജിലിറ്റിനെ ഓല് റെഫർ ചെയ്യുന്നത് റെസീലിയൻസ് 2.0 ആയിട്ടാണ്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ആ ഒരു പ്രശ്നം ഹാർഡ്ഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ആ പ്രശ്നം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ഉണ്ടായതിനേക്കാളും ബെറ്റർ ആവണതിനാണ് ആൻറ്റി ഫ്രെജിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുക, കഥ കേൾക്കാൻ തയ്യാറായിക്കോളി. ഇതാ പോകണം, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഓക്കെ, ഒരു ചങ്ങായിണ്ട് 20 വയസ്സുള്ള, ഓന് ഡിഗ്രി സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്, BCom.
ഓക്കെ. ഓൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ചിൽ ലൈഫാണ്. ഫണ്ണ്, കോളേജ്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. സെക്കൻഡ് ഇയർ ആണ്, കോളേജാണ്, വൈബാണ്, ബികോമാണ്, പ്രത്യേകിച്ച് വല്ല പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓനിങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ആ ഒരു എൻജോയബിൾ ലൈഫിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഓനൊരു കുട്ടീനായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ആവുന്നത്. ഓക്കെ. അപ്പോൾ ഈ പെൺകുട്ടി സെയിം കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് BBAക്ക്. ഇവന് BCOമിനോ പഠിക്കുന്നത്, ഇവള് BBAക്കോ പഠിക്കുന്നത്. അപ്പോൾ രണ്ടാളും അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, തമാശക്കൊന്നല്ല. ഇവനാണെന്നുണ്ടെങ്കിലും ഇവൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു മൈൻഡാണ്. ഓളാണെന്നുണ്ടെങ്കിലും ഇവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഇവന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡാണ്. ഓക്കെ. അപ്പോൾ രണ്ടാളും പ്ലാൻ എന്ന് പറയുന്നത് കോളേജ് കഴിയുമ്പോൾ നല്ല മാർക്കോട് കൂടി ഗ്രാജുവേറ്റ് ചെയ്തിട്ട് നല്ല ഹൈ പേയിങ് ജോബൊക്കെ ലാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം സാലറി ഒക്കെ ഉള്ള ജോബ് രണ്ടാൾക്കും കിട്ടിയിട്ട് എന്നിട്ട് വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറേഞ്ച്ഡ് മാരേജ് പോലെ തന്നെ നടത്തിയിട്ട് സെറ്റിൽ ആവാന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ ഫൈനൽ എക്സാം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നല്ല മാർക്കോട് കൂടി എക്സൽ ചെയ്തു. അവൾക്കപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി ബാംഗ്ലൂരിൽ ഒരു 8 lakh per annum സാലറിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടി. എന്നാൽ ഈ ചെങ്ങായിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേപ്പർ പൊട്ടി, അത് സപ്ലൈ അടിച്ചു. പിന്നെ ആ സപ്ലൈ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൻ ഏകദേശം 1 കൊല്ലം എടുക്കണം. ഓക്കെ. അപ്പോൾ ആ ഒരു ഇയറിൽ ഓലൊരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പിലാണ്. ഇപ്പോൾ ഓൾറെഡി ബാംഗ്ലൂർക്ക് പോയല്ലോ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ നാട്ടിലാണ്. ഇവൻ ആ സപ്ലൈ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ അലമ്പൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. ആ ഒരു സീരിയസ് അല്ലാത്ത ആ ഒരു ഫൺ ലൈഫിൽ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ കൂടെ ആ സപ്ലൈ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് 1 വർഷം എടുക്കുകയാണ്. ഓൾ ആ ടൈമിൽ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ പറ്റൂല, ഈ ഒന്നുകൂടി സീരിയസ് ആവണം, എന്നാലേ നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇപ്പോൾ ഓൾറെഡി എന്തായി, 1 വർഷം കോളേജ് കഴിഞ്ഞിട്ട് 1 വർഷം കൂടി കഴിഞ്ഞു. എനിക്കിപ്പോൾ ഏകദേശം 23 വയസ്സായി, എനിക്കും അതേ വയസ്സാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ സീരിയസ് ആവേണ്ട ടൈമാണെന്നൊക്കെ ഓൾ പറയുന്നുണ്ട്. പക്ഷേ ഇവൻ ഹെൽപ്ലെസ് ആണ്. ഓക്കെ. ഇവൻ ആ ഒരു സപ്ലൈ ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ കിട്ടുന്ന ജോലി പറയുന്നത് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഒരു ജ്വല്ലറിയിൽ. ഓക്കെ. അവൻ്റെ സാലറി എന്ന് പറയുന്നത് 15,000 per month. അപ്പോൾ ഇവരിങ്ങനെ പോകുന്ന ടൈമിലാണ് ഇവൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ ഇവൻ്റെ ഫാദറിനാണെന്നുണ്ടെങ്കിൽ എന്തില്ല, ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ അവനക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലേനു. പക്ഷേ അവൻ ആ ജോലിക്ക് കയറിയ ടൈമിലായപ്പോൾ ഫാദർ ഇറങ്ങി, ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി. അപ്പോൾ കുടുംബം നോക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും ഇവൻ്റെ തലയ്ക്ക് വന്നു. ആകെ 15,000 സാലറി ഉള്ളൂ, അതിൻ്റെ കൂടെ കുടുംബം നോക്കണം, ബാക്കി കാര്യങ്ങൾ നോക്കണം. അവൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന ആ ഫൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ഇപ്പോൾ എല്ലാ വൈബിനും ഉണ്ടായിരുന്നു. ഓലൊക്കെ ഓരോ വൈക്ക് പോകാൻ തുടങ്ങി, ഗൾഫ് പോലും വേറെ ജോലിക്ക് പോലും അങ്ങനെ വേറെ നാട്ടിൽ പോലൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവൻ്റെ 15,000 റുപ്യയും ആ ഒരു പ്രശ്നങ്ങളും ബാധ്യതകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവൻ ഹെൽപ്ലെസ് ആണ്. ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ വിളിച്ചാണ്ട് പറയുന്നുണ്ട് ഒന്ന് സീരിയസ് ആണെന്നൊക്കെ. അങ്ങനെ പോകുന്ന ടൈമിലാണ് ഈ പെൺകുട്ടീൻ്റെ കമ്പനിയിൽ IIM MBA എടുത്ത ഒരു ചങ്ങായി, ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ചങ്ങായി വരുന്നത്. ഏകദേശം ഒരു 27 വയസ്സൊക്കെ ഉള്ള ഒരു മാനേജർ പോസ്റ്റിലേക്ക് ഒരു പുതിയ ചങ്ങായി വരുന്നത്. ഓനാണെന്നുണ്ടെങ്കിൽ 20 lakh per annum സാലറി ഉണ്ട്. അതിൽ ഒരു ദിവസം ഈ പെൺകുട്ടി നമ്മളെ കഥാനായകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം വെയിറ്റ് ചെയ്തു. ഓക്കെ. ഞാൻ എപ്പോഴും എന്നെ കെയർ ചെയ്യുന്നുണ്ട്, അന്നെ എനിക്ക് വലിയ കാര്യമാണ്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ രണ്ടാളെ ലൈഫ് 2 ഡയറക്ഷനിലാണ് പോകുന്നത്. എനിക്ക് അത്യാവശ്യം ഇങ്ങനെ എത്തണം, ഇങ്ങനെ നിലയിലെത്തണം എന്നുള്ള ആ ഒരു പ്ലാനും ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും അന്നത്തെ ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ ഇവിടുന്ന് ഒരാളെ മീറ്റ് ചെയ്തു, ഞങ്ങളുടെ കമ്പനിയിൽ പുതിയ ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല കരിയർ പൊസിഷനാണ്, അതുപോലെ തന്നെ ഓൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ ഫാമിലിയിൽ സംസാരിച്ചു. അപ്പോൾ ഫാമിലീസിന് ഓക്കെ ആണെന്ന് മാത്രമല്ല, ഓലെ ഞങ്ങളെ മാരേജ് ഫിക്സ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ചങ്ങായി ഓൻ എന്താ പറയണ്ടെന്ന് അറിയില്ല, ഓനൊന്നും റിപ്ലൈ ചെയ്യണില്ല. അവൻ ഫോണിൽ ഇങ്ങനെ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓനെന്താ വെച്ചാൽ അന്ന് കോളേജിലൊക്കെ ആയപ്പോൾ അത്രയും സീരിയസ് റിലേഷൻഷിപ്പാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിന്നാണ് ഇപ്പം ഇങ്ങനെ പറയണത്. ഓക്കെ. ഇപ്പോൾ രണ്ടാളും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം രണ്ടാളുടെ ലൈഫിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം എന്ത് ചെയ്തു, തിരിച്ചൊന്നും പറയാതെ ആ കോള് കട്ട് ചെയ്ത്. അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓരോ തോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്, സൂയിസൈഡൽ തോട്ടുകൾ വരുന്നുണ്ട്, അതുപോലെ എല്ലാം ഇങ്ങനെ കുത്തി നശിപ്പിക്കാൻ തോന്നുന്നുണ്ട്, വിഷമം വരുന്നുണ്ട്, ഓലെ കല്യാണം മുടക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര ഡിപ്രഷനിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഒരു തീരുമാനം എടുത്തില്ല. എന്താ വെച്ചാൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷനിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മിക്കവാറും പാളും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി അവനക്കുണ്ടായിരുന്നു. എന്തോ ഭാഗത്തിന് പഠിച്ചവൻ കൊടുത്തു. ഓക്കെ. ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള സമയങ്ങളിൽ, അതായത് നമ്മളെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, വേറെ ക്യാനോൺ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാർ ടെൻഡ് ടു മേക്ക് വേഴ്സ് ഡിസിഷൻ എന്ന് പറയലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അറിയണോണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തില്ല. ഓൻ എന്താ ചെയ്ത് വെച്ചാൽ ഓൻ്റെ കമ്പനിയിൽ ഓനൊരു 1 monthനുള്ള ലീവ് അപ്ലിക്കേഷൻ കൊടുത്തു, പേഴ്സണൽ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട്. എന്നാലും നേരെ എന്ത് ചെയ്തു, നേപ്പാൾക്കൊരു ട്രിപ്പ് വിട്ടു. ഓൻ ആ ട്രിപ്പിന് പോകാനുള്ള മെയിൻ കാരണം അത് 1 മാസത്തിന് എന്താ വെച്ചാൽ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കണം, ഒന്ന് അത്യാവശ്യം പ്രകൃതിയൊക്കെ ഉള്ള ഈ നോയ്സിൽ നിന്നും ടെക്നോളജീസിൽ നിന്നൊക്കെ മാറി നിന്ന്, ആൾക്കാരിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഒരു സമാധാന സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി എന്ത് ചെയ്യണം, അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം എന്നുള്ള ഗോളായിരുന്നു. അങ്ങനെ നല്ല മലകളുടെയും ആ ഒരു കോൾഡ് ക്ലൈമറ്റിൻ്റെയും ഫോറസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു ലൈഫ്, നേപ്പാൾ ലൈഫിലോ ഇങ്ങനെ ഏകദേശം ഒരു 10 ദിവസം ജീവിച്ചു അവിടുത്തെ ലോക്കൽസിൻ്റെ കൂടെ. ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഓൻ അവിടെ ഒരു ലോക്കലായിട്ടാണ് പോയത്. അവിടുത്തെ ഫുഡും അവിടുത്തെ ആൾക്കാരൊക്കെ
എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ 11ാമത്തെ ദിവസം ഓൻ തലേന്ന് അവിടെ ഒരു ഹില്ലിൻ്റെ മുകളിൽ ടെൻ്റ് അടിച്ചാണ്ട് അവിടെ സ്റ്റേ ചെയ്ത് കാണും. അങ്ങനെ രാവിലെ സൂര്യ ഉദിക്കണ ആ ഒരു ടൈം, ഉദിച്ചിങ്ങനെ വരുന്നുള്ളൂ, ഉദിച്ച് വരുന്ന ആ ഒരു ഗോൾഡൻ വെയിൽ ഇങ്ങനെ വരുന്ന ടൈമിൽ ഓൻ ടെൻ്റ് ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഭയങ്കര തണുപ്പ്, നല്ലൊരു കറക്റ്റ് തണുപ്പ് കിട്ടും. നമ്മളെ മരവിപ്പിക്കുന്ന തണുപ്പല്ല, പക്ഷേ അത് ഭയങ്കര ഒരു സുഖമുള്ള തണുപ്പുണ്ടല്ലോ. ആ ഒരു തണുപ്പ് കയറ്റി നല്ല അറ്റ്മോസ്ഫിയർ, ആ ഒരു ഗോൾഡൻ ലൈറ്റ്, സൺലൈറ്റ് ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്ത്, അപ്പോൾ അവൻ്റെ അടുത്ത് പോർട്ടബിൾ അടുപ്പുണ്ടായിരുന്നു, ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ നമുക്ക് പോർട്ടബിളായിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറുത്. അതിലോന് തീ കത്തിച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കി. എന്നിട്ട് ആ തണുപ്പത്ത് ആ ചൂട് ചായ ഇങ്ങനെ കുടിച്ച് നല്ലൊരു ഫീലാണ്. ആ പുറത്ത് ഫുള്ള് തണുപ്പും ഉള്ളിൽ കൂടെ ആ ചൂട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഫീല്. എന്നിട്ട് എന്ത് ചെയ്തു, ഓൻ്റെ ഡെക്കാത്തലോണ്ട് ഒരു നീല ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ ഓനൊരു ജേണൽ ഓൻ പോന്നപ്പോൾ എടുത്തിരുന്നു. ആ ജേണലും പിന്നെ അവൻ്റെ പാർക്കറിൻ്റെ ഫൗണ്ടെയിൻ പെയിനും എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് ഒന്നിങ്ങനെ ആലോചിച്ചിട്ട് ആ ചായ ഇങ്ങനെ ഒരു സിപ്പും കൂടി കുടിച്ചിട്ട് പെട്ടെന്നാണ് അവൻ്റെ മൈൻഡിൽ വന്നത്, എനിക്കെൻ്റെ നാട്ടിലൊരു ചായക്കട തുടങ്ങണം എന്നവനെ ആൻസർ ചെയ്ത്. അങ്ങനെ ഓൻ ചിന്തിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് ആ ഒരു ടൈമിലുള്ള ആ ചായൻ്റെ ഒരു എഫക്റ്റ്, 2 ഓൻ നാട്ടിലായതിന ടൈമിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, പല ചായപ്പിടിയിലും പോയിക്കാണ്ട് അല്ലെങ്കിൽ കഫേസിലൊക്കെ പോയിക്കാണ്ട് പുതിയ മോഡേണും അതേപോലെ തട്ടുകടിയും ഒക്കെ രീതിയിൽ വൈബിലുള്ള എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്യും, എല്ലായിടത്തത്തെ ചായയും ട്രൈ ചെയ്തിരുന്നു. ഓൻ എല്ലായിടത്തെയും എന്ത് ചെയ്യും, എല്ലാം ശ്രദ്ധിക്കും. പൊടിൻ്റെ ഒരു കടുപ്പം, പാൽ എത്രത്തോളം വെന്തു, അതിൻ്റെ തിക്നെസ്, മധുരം ഇടുന്ന രീതി, അതേപോലെ ഇവർ ചായ അടിക്കുന്ന രീതി, സമാവറിലാണോ ഉണ്ടാക്കുന്നത് അല്ലാതെയാണോ ഉണ്ടാക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും നോട്ട് ചെയ്യും. ഓനക്ക് ചായ അത്ര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു അടിപൊളി നല്ല ക്വാളിറ്റി ചായ കൊടുക്കുന്ന ഒരു ടീ ഷോപ്പ് ഉണ്ടാക്കണം. ചായ മാത്രമല്ല എല്ലാം ഉണ്ട്, പക്ഷേ അതേക്കാരം അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓൻ എന്ത് ചെയ്തു, ആ ഒരു തീരുമാനം എടുത്തു, ജേണൽ എടുത്ത് വെച്ചു. ബാക്കി ദിവസങ്ങളൊക്കെ എൻജോയ് ചെയ്തു. നേപ്പാളിൽ സ്ഥലങ്ങളൊക്കെ കണ്ടു, അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഓൻ നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്നിട്ട് ഓൻ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം എന്താ വെച്ചാൽ, ഓൻ്റെ ജോലിയും ക്വിറ്റ് ചെയ്ത്, എന്നിട്ട് റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒന്നും അതേപോലെ കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഒന്നും കുറച്ച് ഫണ്ടൊക്കെ റോൾ ചെയ്തിട്ട് ഓൻ്റെ ഡ്രീം ആയിട്ടുള്ള ടീ ഷോപ്പ് ഓൻ്റെ ഹോം ടൗണിലും സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പേര് ഓൻ എന്താ ഇട്ടറിയോ, ചിയാന്ന്. ചിയ എന്ന് പറഞ്ഞാൽ നേപ്പാളി ലാംഗ്വേജിൽ ചായ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ഐഡിയ ആയതുകൊണ്ട് തന്നെ ഓൻ ആ പേര് അങ്ങനെ ഇട്ടു. അങ്ങനെ പിന്നെ നമ്മളെ കഥ കുറച്ചിങ്ങനെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് 2033 പോകണം, 2026 നിന്ന്. ഇപ്പോൾ 2026 എനിക്ക് 23 വയസ്സാണ്. ഇപ്പോൾ എനിക്ക് എന്തായി, ഒരു 7 വർഷം കഴിഞ്ഞിട്ട് 30 വയസ്സായി. ഇതിനിടയിൽ കുറേ സംഭവങ്ങൾ സംഭവിച്ചു. ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അവൻ്റെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു, അതൊന്ന്. ഓക്കെ, ആ ഒരു 7 വർഷത്തിൻ്റെ ഉള്ളിൽ ആൾമോസ്റ്റ് കേരളത്തിൽ കുറേ ജില്ലകളിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ബിൽഡ് ചെയ്തു, ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഫ്രാഞ്ചൈസികൾ പല സ്ഥലത്തും വന്നു. പിന്നെ ഇനി കേരളത്തിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഓക്കെ, അതുകൂടാതെ അവൻ്റെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു മകനുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ 5 to 10 lakh പ്രോഫിറ്റ് പെർ മന്ത് ഏൺ ചെയ്യുന്നുണ്ട്. അതും നാട്ടിൽ നിന്നാണ്ട് സമാധാനത്തിൽ ഇഷ്ടമുള്ള പണി ചെയ്താണ്ട്. ഓക്കെ, ഓൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ പേഴ്സണൽ ഗ്രോത്തിൽ അത്യാവശ്യം എഫേർട്ട് ഇട്ടിരുന്നു. ആദ്യം അവനക്ക് ഫിറ്റ്നസ്സോ ഗോൾസോ കരിയറോ അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ലാത്ത ചങ്ങായിരുന്നു. ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒരു ചിന്തയില്ലായിരുന്നു, തെറിച്ചടക്കുന്ന ചങ്ങായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ജേണിയിൽ ഓനോൻ്റെ ഫിറ്റ്നസ് ജേണി സീരിയസ് ആയിട്ട് എടുത്തു. അതുപോലെ ബാക്കി കാര്യങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസ്, നല്ലൊരു പാർട്ണർ ആവണം, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ണർ എങ്ങനെ ആവണം, നല്ലൊരു ഫാദർ എങ്ങനെ ആവണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് കൂടുതൽ പഠിച്ചു, മനസ്സിലാക്കി, ഒന്നുകൂടി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ചങ്ങായി. ഇപ്പോൾ അവനൊരു ബിസിനസ് ഓണറാണ്. പക്ഷെ ഇവൻ്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര രീതിയിൽ ഹംബിളായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇവൻ അറിയാം അപ്പം പറ്റ ഡൗൺ പോയിൻ്റിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്ത ആളായതുകൊണ്ട് തന്നെ ഓൻ അങ്ങനെ ഒരു ജാട കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ ടീ ഷോപ്പിൽ മെയിൻ ടീ ഷോപ്പ് ഫസ്റ്റ് തുടങ്ങിയ ബ്രാഞ്ചിലും എപ്പോഴും ഉണ്ടാവും. അവൻ്റെ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ വൈകുന്നേരമൊക്കെ എന്ത് ചെയ്യും, അവിടെ ടൈം പോകാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കും, കസ്റ്റമേഴ്സിന് ചായ കൊടുക്കും, കടിയൊക്കെ കൊടുക്കും, അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, സപ്ലൈക്കൊക്കെ നിൽക്കും. അപ്പോൾ ഇവൻ ഈ ചായക്കട തുടങ്ങാനുള്ള മെയിൻ റീസൺ അന്ന് ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇവനക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രിപ്പൊക്കെ പോകാൻ പറ്റണം, ഓനക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഓട്ടോണമി ഓനക്ക് വേണം, ഓൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അത് അവനാൻ്റെ സംഭവമാണല്ലോ. അപ്പോൾ ആ ഒരു ഗോളിലാണ് എന്ത് ചെയ്ത് ഓൻ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് ഇതിൽ പണിയെടുക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഡിഫിക്കൽട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ചായ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ടേബിളിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഓനിങ്ങനെ നോക്കിയപ്പോൾ മോൾക്ക് നോക്കിയപ്പോൾ ഉണ്ട് അത് അന്ന് ഓനെ തേച്ചെന്ന് വേണമെങ്കിൽ പറയണ്ട, അന്നത്തെ ആ ഒരു പെൺകുട്ടിയും പിന്നെ ഓളെ ഹൈ സാലറീഡ് ആയിട്ടുള്ള ആ MBA ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഹസ്ബൻഡുമാണ്. അപ്പോൾ ഫസ്റ്റ് ഇവനെ കണ്ടപ്പോൾ ഓളൊന്ന് ഷോക്കായി. പക്ഷെ പിന്നെ എന്ത് ചെയ്തു, ഓളൊന്ന് ചിരിച്ചു, കാരണം ഇവൻ ചായ സെർവ് ചെയ്യുന്ന കണ്ടുകൊണ്ട്. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, തിരിച്ച് സ്മൈൽ ചെയ്തിട്ട് ചായ കൊടുത്തു. ഓല് ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിരുന്നു, അതും കൊടുത്താണ്ട് ഓൻ പോയി. പിന്നെ ഇവർ ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ച് ബില്ലടക്കാൻ വരുമ്പോൾ അവിടെ വന്ന് നിൽക്കണ്ടേനും. ഇവരോട് വന്നുകൊണ്ട് ഓൾ പറയാണ്, എനിക്ക് ഈ ചിയ ഭയങ്കര ഇഷ്ടമാട്ടോ, ഞങ്ങൾ പലപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കയറിയിട്ട് എന്തായാലും ചായ കുടിക്കും, ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് ഇവിടുത്തെ ചായ. അതുപോലെ തന്നെ ക്ലബ് സാൻഡ്വിച്ചും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിയത്തെ.
അപ്പോൾ അവൻ ചിരിച്ചാണ്ട് സന്തോഷം താങ്ക് യു എന്ന് മാത്രം പറഞ്ഞ് പിന്നെ ഓല് ബില്ലടക്കാൻ പോയി. അങ്ങനെ ബില്ലടക്കാൻ പോയപ്പോൾ ആ പെൺകുട്ടി അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടുത്തെ ഓണറിനൊന്ന് കാണാൻ പറ്റുമോ, എനിക്ക് ഈ പ്ലേസിനെ കുറിച്ചൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാനേനു പറഞ്ഞു. അല്ല സ്റ്റാഫ് ചിരിച്ചാണ്ട് വരാണ് ആ ചങ്ങേനെ കാണിച്ചാണ്ട്, അതാണ് ഞങ്ങൾ ഓണർ മാം. പിന്നെ ഓല് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഓല് പതുക്കെ ഇങ്ങനെ ആ ഒരു ക്രൗഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക്കിലേക്ക് ഇങ്ങനെ ഡിസപ്പിയർ ആവാണ്. ഒരു 7 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ അന്ന് ആ ഒരു ടൈമിൽ ബ്രേക്കപ്പ് കഴിഞ്ഞ ടൈമിൽ ആ പെൺകുട്ടീൻ്റെ ഒരു പേര് കേട്ടാൽ തന്നെ ഇവൻ്റെ ഒരാഴ്ച കോളായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അവൻ ജെനുവൻലി ആഗ്രഹിക്കണം എന്താ വെച്ചാൽ ഓൽക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്നാണ്. ഓൻ ഹീൽ ചെയ്തു, ഓൻ ഫൊഗീവ് ചെയ്തു. അങ്ങനെ ഓല് പോയി ഇവൻ അടുത്ത കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടി ചോദിച്ചു. ഇവനും എൻ്റെ ലൈഫും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് ആൻറ്റി ഫ്രെജിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്തും പറയാം, പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ്. ഒരു കാനൺ ഇവൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുമാറാത്ത രീതിയിലുള്ളൊരു പേടിയാവുക, അല്ലെങ്കിൽ ലൈഫ് മൊത്തം ഒരു ഒതുങ്ങി കൂടിയ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുക. ഈ സംഭവം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടാവും. പക്ഷേ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ട്രോമ സംഭവിക്കുന്ന ആൾ പിന്നീട് അതൊരു ഫ്യൂവലായിട്ട്, അതൊരു നെഗറ്റീവ് രീതിയിലല്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കി ലേൺ ചെയ്ത് ഹീൽ ചെയ്ത് ആക്ച്വലി ഓൻ ഉള്ളതിനെക്കാട്ടും ബെറ്റർ ആവുക, പണ്ടുണ്ടതിനെക്കാട്ടും ബെറ്റർ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റെസിലിയൻസ് 2.0 അല്ലെങ്കിൽ ആൻറ്റി ഫ്രെജിലിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് ഈസി ഒന്നുമല്ല, ഇത് ഓട്ടോമാറ്റിക് സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരുടെ ലൈഫിൽ കാനൺ ഇവൻസും ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓലൊക്കെ അടിപൊളി ആൾക്കാരായി ഉണ്ടാവില്ലേ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഇൻറ്റൻഷനലാണ്. ഓനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും വേണമെങ്കിൽ പറയാം, ലൈഫ് അൺഫെയർ ആണ്, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ലൈഫ് ആകെ മൂഞ്ചിരിക്കണേ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഓപ്പാകെ നഷ്ടപ്പെട്ടാണ്, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ജസ്റ്റ് ആണ് ഗിവ് അപ്പ് ചെയ്യാം. പക്ഷെ അവൻ ചൂസ് ചെയ്തത് എന്താണ്? ഗ്രോത്താണ്. അപ്പോൾ രണ്ടും പെയിൻഫുള്ളാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിനെ അലോ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്യാൻ പറ്റും. രണ്ടും പെയിൻഫുള്ളാണ്, രണ്ടും ഹാർഡാണ്. യു ക്യാൻ ചൂസ് യുവർ ഹാർഡ്. ഇനിയാണ് നമ്മൾ ആ ഹാപ്പിനെസ്സിൻ്റെ ഇൻഡയറക്റ്റ് എലമെൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി ഫ്രെജിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, നമ്മളെ താൽ ബൻ ഷെഹർ ഒരു കൺസെപ്റ്റ് പറഞ്ഞു സ്പയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്പയറിൻ്റെ ഫുൾ എന്താ വെച്ചാൽ ശരിക്കും ആക്ച്വലി ഈ ഒരു 5 കാര്യങ്ങളാണിത്. സ്പയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെൽബീയിങ് ആണ്. സ്പിരിച്വൽ, ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, റിലേഷണൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. ഈ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ഇൻഡയറക്റ്റ് ആയിക്കാണ്ട് വരും എന്നാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. ആ ഓരോ സംഭവങ്ങളും ഓരോ എലമെൻറ്റും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൽ ഫസ്റ്റത്തെ വണ്ണ് യെസ്, സ്പിരിച്വൽ വെൽബീയിങ്. സ്പിരിച്വൽ വെൽബീയിങ്ങിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഒരു മീനിങ് കൊണ്ടുവരിക, ഒരു പർപ്പസ് കൊണ്ടുവരിക എന്നുള്ളതാണ്, ഒരർത്ഥം കൊണ്ടുവരിക. നമ്മളെ വിക്ടർ ഫ്രാങ്കലിൻ്റെ ബുക്കുണ്ട് മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഉള്ളടക്കം ഈ ഒരു സംഭവമാണ്. അതായത് ഒന്നുമില്ല, ഈ ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദോസ് ഹു ഹാവ് എ വൈ ടു ലിവ് ക്യാൻ ബെയർ ആൾമോസ്റ്റ് എനി ഹൗ. അതായത് എന്തിനെന്ന് അറിയുന്നവന് എങ്ങനെയെന്നുള്ളതൊരു വിഷയമല്ല എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം തന്നെ ഈ ഒരു പർപ്പസ് അല്ലെങ്കിൽ കോളിങ് അല്ലെങ്കിൽ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമാണ്. എൻ്റെ ലൈഫിൽ എന്താണ് ഒരു അർത്ഥം തരുന്നത്, ഞാനിപ്പോൾ ചെയ്യുന്ന സംഭവം ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, എൻ്റെ സുഖം അല്ലെങ്കിൽ ഒക്കെ എനിക്ക് ഇന്നതാക്കാനല്ലാതെ അതിലുപരി എനിക്ക് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ വർക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, അതുപോലെ തന്നെ ഞാനിത് ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ടോ, ഇതിനെ ഫുള്ളി അലൈവ് ആയിക്കാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊക്കെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആക്ച്വലി എന്ത് ചെയ്യണത് ഈ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞങ്ങൾക്ക് വേറൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഒരേ വർക്കിനെ തന്നെ 3 ആൾക്കാർക്ക് 3 പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും. അതിനെ ജോബായി കണ്ട് കാണാൻ പറ്റും, കരിയറായി കണ്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ കാളിങ് അല്ലെങ്കിൽ പർപ്പസ് ആയി കണ്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ടീച്ചിങ് എടുക്കാം. ടീച്ചിങ്ങിനെ പേഴ്സൺ എ എന്ന് പറയുന്ന ആൾ ഒരു ജോബായിട്ടാണ് കാണുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, അയാളുടെ ഒരു പെർസ്പെക്റ്റീവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അയാളെ സംബന്ധിച്ച് അയാൾക്ക് +1ലും +2ലും അതേപോലെ തന്നെ 10ലൊന്നും വലിയ മാർക്കൊന്നുമില്ല. അങ്ങനെയാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കേണ്ട കരിയറൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നു. ഓക്കെ, അതുകൊണ്ട് അയാൾ ഒരു ലാസ്റ്റ് ഓപ്ഷനായി എടുത്ത്, വല്ല മാർക്കൊന്നും വേണ്ടാത്തൊരു സംഭവമാണല്ലോ ടീച്ചിങ് എന്നാണ് അയാളുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഓപ്ഷനായി എടുത്തതാണ് ടീച്ചിങ് എന്നുള്ളത്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് കുട്ടികളൊപ്പം ഇൻട്രാക്ട് ചെയ്യണതോ ക്ലാസ് എടുക്കണമെന്നും വലിയ ഇഷ്ടമല്ല, ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ അയാൾ നേരെ വീട്ടിൽ പോയി പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ മൂപ്പർക്ക് താല്പര്യമില്ല. മൂപ്പരെ സംബന്ധിച്ച് ഇത് ഒരു ലിവിങ് ഇൻകം, ഒരു ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് മാത്രമാണ്, ഒരു ജോബാണ് ഈ ടീച്ചിങ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ജോബായി കാണുന്ന ആൾ ചിന്തിക്കുന്നത്. ഇനി പേഴ്സൺ ബി ടീച്ചിങ്ങിനെ ഒരു കരിയറായി കാണുന്നത്. അയാളെ സംബന്ധിച്ച് അയാളിപ്പോൾ LPയിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ,
ക്ലാസ് എടുക്കണതോ കാര്യങ്ങളൊന്നും അയാൾക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അയാളെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇനി കുറച്ചും കൂടി കഷ്ടപ്പെട്ട് കുറച്ചും കൂടി പെർഫോമൻസ് ഒക്കെ കൂട്ടിയിട്ട് യു പിക്ക് എത്തണം, കുറച്ചും കൂടി പഠിച്ചിട്ട് ക്വാളിഫിക്കേഷൻ കൂട്ടിയിട്ട് യു പിയിൽ ടീച്ച് ചെയ്യണം, പിന്നെ അവിടുന്ന് ഹൈസ്കൂളിലേക്ക് മാറണം. ഈ ഒരു ട്രാൻസിഷനിൽ അയാൾക്ക് ഇൻകം അത് കൂടും. ഒന്ന്, സാലറിൻ്റെ അളവ് കൂടും. എന്തായാലും LP ടീച്ചറിനെക്കാട് എത്ര കൂടുതലായിരിക്കും ഹൈസ്കൂൾ ടീച്ചർക്ക് ഉണ്ടാവാം. പിന്നെ അയാൾക്ക് കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റാണ് സ്റ്റേറ്റസ്. കുടുംബക്കാരുടെ മുമ്പിലോ ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണെന്ന് പറയുമ്പോൾ LP ടീച്ചറാണെന്ന് പറയുന്നേക്കാൾ സ്റ്റേറ്റസ് ഉണ്ടെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്, അയാളെ പെർസ്പെക്റ്റീവ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഗ്രോത്ത്, അച്ചീവ്മെൻറ്റ്, കൂടുതൽ സ്റ്റേറ്റസ്, ഇൻകം കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ ടീച്ചിങ് എന്ന് പറഞ്ഞ ജോലി. അപ്പോൾ അയാൾ അതിനെ കരിയർ ആയിക്കാണ്ട് കാണുന്നത്. എന്നാൽ നമ്മളെ മൂന്നാമത്തെ ആൾ പേഴ്സൺ C, ഇയാളിതിനെ കാളിങ് ആയിക്കാണ്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പർപ്പസ്. ഇയാളെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാകുമ്പോൾ തന്നെ UP LP പഠിക്കുന്ന ടൈമിൽ തന്നെ ക്ലാസ്സിലെടുക്കുന്ന പല കൺസെപ്റ്റുകളും ഒപ്പമുള്ള ആൾക്കാർക്ക് ഓരോ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഇയാൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല മനസ്സിലാവും ചെയ്യും. ഓക്കെ, ഇയാളെ സംബന്ധിച്ച് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമൊന്നുമല്ല. ഈവൻ പൈസ ഇല്ലെങ്കിൽ പോലും ഇയാളത് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മനസ്സിലാക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഇയാൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടീച്ചറായി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മോർ ദാൻ ദ സബ്ജക്ട്സ് ഓർ മോർ ദാൻ ദ സിലബസ് എനിക്ക് പോലെ ആസ് എ പേഴ്സൺ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇയാൾ അങ്ങനെ ഒരു പണിഷ് ചെയ്ത് തല്ലണ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. പക്ഷേ സ്റ്റുഡൻസിനൊക്കെ ഇയാൾ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഒരു അടിപൊളി ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ വിശ്വസിക്കുന്ന സംഭവമാണ് എനിക്ക് ലൈഫിൽ നിന്നുള്ള കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് ഇവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നൊക്കെ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സെയിം ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫുൾഫിൽമെൻറ്റും ഹാപ്പിനെസ്സും നേടിയെടുക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പേഴ്സൺ C, റൈറ്റ്? നമ്മളെ വർക്കിനെ നമ്മളൊരു കാളിങ് ആയിക്കൊണ്ട് കാണുമ്പോൾ അതാണ് സ്പിരിച്വൽ വെൽബീയിങ്ങോട് ഉദ്ദേശിക്കുന്നത്. വർക്കിനെ നല്ല നമ്മുടെ ലൈഫിൽ ഒരു കാരണം കണ്ടെത്തുക. നമ്മളൊരു എന്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിനൊരു കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓരോ ഒബ്സ്റ്റക്കിൾസ്, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ തരണം ചെയ്യാൻ നമുക്കൊരു കാരണം ഉണ്ടായതുകൊണ്ട് അത്ര പെട്ടെന്ന് നമ്മൾ ബേൺ ഔട്ട് ആവില്ല. അതുപോലെ തന്നെ നമുക്ക് അതിന് കൂടുതൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് നേടിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്താണ് ഫിസിക്കൽ വെൽബീയിങ്. ഇവിടെ നമ്മളെ താൽബൻ ഷെയർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വർക്കൗട്ട്, ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും ഇവിടെ പ്രശ്നമായി വരുന്ന ആളെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളെ മോഡേൺ ലൈഫിൽ ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്ന ആളാണ് ക്രോണിക് സ്ട്രെസ്സ്. ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ നമ്മളെ കാർന്ന് നിന്ന ഒരു സാധനമാണ് ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത്. പക്ഷേ താൽബൻ ഷെയർ പറയുന്നു സ്ട്രെസ് ഒറ്റയ്ക്ക് ഇവിടെ ഒരു പ്രശ്നമല്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപരി പറയുന്നത് വർക്കൗട്ടിൻ്റെ കേസാണ്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി കണ്ട് ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വർക്കൗട്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ മസിൽസുമേ നമ്മൾ സ്ട്രെസ് കൊടുക്കല്ലേ, അതും സ്ട്രെസ് തന്നെയല്ലേ, ഫിസിക്കൽ സ്ട്രെസ് എന്നല്ലേ ഉള്ളൂ. പക്ഷേ അവിടെ മസിൽസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? കൂടുതൽ സ്ട്രോങ്ങർ, അതുപോലെ തന്നെ കൂടുതൽ ബിഗ്ഗർ ആയിക്കാണ്ട് നമുക്ക് ഇനി കൂടുതൽ വെയിറ്റോ അല്ലെങ്കിൽ ഉള്ള വെയിറ്റിനെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് പറ്റുന്നു. അങ്ങനെ നമ്മളെ ബോഡി എന്താവുന്നു? അഡാപ്റ്റ് ആവുന്നു, റൈറ്റ്? കൂടുതൽ സ്ട്രോങ് ആവുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ലൈഫിലുള്ള സ്ട്രെസ്സേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഒന്നുകൂടി തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്ട്രോങ് ആവാൻ പറ്റും. പക്ഷേ വർക്കൗട്ടിൻ്റെ കേസിനെ ഒന്നുകൂടി ചിന്തിച്ച് നോക്കി, ആ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം 24 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? കണ്ടിന്യൂസ് ആയിക്കൊണ്ട് നമ്മളെ ബോഡീനെ ബിൽഡ് ചെയ്യുന്നതിന് പകരം നമ്മളതിനെ ടിയർ ചെയ്ത് കളയുന്ന പോലെയല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? റിക്കവറി, അതുപോലെ തന്നെ അതിന് ഗ്രോ ചെയ്യാനുള്ള ആവശ്യമായ റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ്, മെയിനായിട്ട് റിക്കവറിക്കുള്ള എലമെൻറ്റ്സ് കൊടുക്കുമ്പോഴാണ്, റിക്കവറി കൊടുക്കുമ്പോഴാണ് അതൊന്നുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നത്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ കോൺസ്റ്റൻ്റ് ആയിക്കാണ്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സിൽ നിന്ന് റിക്കവർ ആവാൻ നമുക്ക് ചെറിയ ചെറിയ ടൈമുകൾ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താവുന്നു? സ്ട്രെസ് ടോളറൻസ് കൂടുതൽ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ റിക്കവറീസ് എന്ന് പറയുന്നത് ക്യാൻ ബി സ്മോൾ ആസ് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ചായ അടിക്കാൻ ഇറക്കുന്നു, അല്ലെങ്കിൽ ആസ് ബിഗ് ആസ് ഒരു 1 വീക്ക് വെക്കേഷൻ എടുക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. മെയിനായിട്ട് ഇത്രേ പറയുന്നുള്ളൂ, നമ്മളെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളെ ഫിസിക്കൽ വെൽനെസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ അതിലുള്ള പ്രധാന എലമെൻ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫിസിക്കൽ വെൽബീയിങ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി മൂന്നാമത്താണ് ഇൻ്റലക്ച്വൽ വെൽബീയിങ്. അതിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ശരിക്കും സ്റ്റഡീസ് കാണിക്കുന്ന ഒരു സംഭവമാണ്. ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും പഠിക്കാൻ ആഗ്രഹമുള്ള ടൈപ്പ് ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കും എന്നുള്ളതും കൂടുതൽ ഹാപ്പി ആയിട്ട് ജീവിക്കും എന്നുള്ളതും. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് പേസിൽ ലോകത്താണ് ജീവിക്കുന്നത്. എല്ലാം ഭയങ്കര കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷനും
ഫാസ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡീപ്പ് എൻഗേജ്മെൻറ്റ് പറഞ്ഞൊരു സംഭവം നടക്കുന്നില്ല. ശരിക്കും ക്യൂരിയോസിറ്റിയും ഡീപ്പ് എൻഗേജ്മെൻറ്റും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ക്യൂരിയസ് ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോ സ്റ്റേറ്റിൽ പോയിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. സമയം പോകണം എന്ന് നമ്മളറിയില്ല. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയും ഫുൾഫിൽ ചെയ്യുക. അത് ചിലപ്പോൾ റീഡിങ്ങിലൂടെ ആവാം, ചിലപ്പോൾ ചെയ്യുന്നതിലൂടെ ആവാം, എങ്ങനെ ആവാം. ഓക്കെ, ഇപ്പോൾ ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ഡീപ്പ് എൻഗേജ്മെൻറ്റും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ക്രോളിങ്ങും കാര്യങ്ങളും സ്പീഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ടാബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു സംഭവം ഡീപ്പ് എൻഗേജ്മെൻറ്റ് എന്നുള്ളത് നടക്കണില്ല. നമ്മൾ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ എഴുതുക, അല്ലെങ്കിൽ നമ്മളൊരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുക, ഈ സംഭവമൊക്കെ സ്ലോ ആൻഡ് ഡീപ്പ് എൻഗേജ്മെൻറ്റ് വേണ്ട ഒരു പരിപാടികളാണ് അല്ലേ, ഒറ്റയടിക്ക് ചെയ്യുന്ന സംഭവങ്ങളല്ല. പക്ഷേ അതിനുള്ളൊരു അവസരം ഇന്നത്തെ ലോകത്ത് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് ഒന്നുകൂടി ഫ്യൂവൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും കൂടി ഉണ്ട്, ഇപ്പോൾ എയും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റായി. ശരിക്കും നമ്മൾ ഇൻ്റലക്ച്വൽ വെൽബീയിങ്ങിനെ ട്രെയിൻ ചെയ്യുന്ന സംഭവം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻ്റലക്ച്വലിനെ കൂടുതൽ ട്രെയിൻ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ കൊണ്ട് ശരിക്കും ചിന്തിപ്പിക്കുന്ന, ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ബുക്കുകൾ വായിക്കുന്നതും ഡീപ്പായിട്ടുള്ള സാധനങ്ങൾ എഴുതുന്നതും ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും. അതിപ്പോൾ ഡ്രോയിങ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കി കയറാം. ഇതൊക്കെ കുറേ ടൈം എടുത്ത് ബിൽഡ് ചെയ്യുന്നതും പ്രോബ്ലം സോൾവിങ്, ഒരുപാട് നേരം ചിന്തിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള മേജർ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ മൈൻഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. പക്ഷേ ഇതിനൊക്കെ എന്തും വേണം, അത്യാവശ്യം അവിടെ ടൈമും എഫേർട്ടും ഇടും വേണം. അതേപോലെ തന്നെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ആൾക്കാരൊപ്പം ഇരുന്നിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള കുറേ നേരം കോൺവെർസേഷനിൽ എൻഗേജ് ആവുക എന്നുള്ളത്, കാര്യങ്ങൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, അതേപോലെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക, ജേണൽ ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ. പക്ഷേ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ 30 സെക്കൻഡ് റീലിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ 60 സെക്കൻഡിൽ റീലിൽ നിന്ന് തന്നെ ആവശ്യത്തിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ എന്തില്ല, സമയമല്ല എന്നാണ് അധികം ആൾക്കാർ മൈൻഡ് സെറ്റ്. ഇനി ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിനെ വീക്കം ചെയ്യുന്ന സംഭവങ്ങളാണ് ഫാസ്റ്റ് പേസ്ഡ് കോണ്ടൻറ്റ്, ടും ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ പോകുന്നത്, കോൺസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ, സ്വിച്ചിങ് ടാബ്സ്, സ്വിച്ചിങ് ജോബ്, സ്വിച്ചിങ് വർക്ക്, ഷാലോ ടൈപ്പ് കോൺവെർസേഷൻ, ഫോണിൽ നോക്കിയാൽ ആൾക്കാർ വർത്താൻ പറയാം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എന്താവും, എഫിഷ്യൻ്റ് ആവും. ഡീപ്പ് വർക്കിലല്ല, പകരം ഓരോ കാര്യങ്ങൾ സ്കാൻ ചെയ്യണില്ല. മിഹാലി സിക്സൻമിഹാലി നമ്മളെ ഫ്ലോ എന്ന് പറഞ്ഞ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഫ്ലോ എന്ന് പറയുന്ന സാധനം, ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻ്റലക്ച്വൽ വെൽബീയിങ് എന്ന് പറഞ്ഞ സാധനം മെയിനായിട്ട് ഹാപ്പിനെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് താൽബൻ ഷെയർ പറയുന്നത്, അല്ലെങ്കിൽ സ്പൈറൽ ഒരു എലമെൻ്റായി അത് വന്നത്. ഈ ഒപ്റ്റിമൽ ഹ്യൂമൻ എക്സ്പീരിയൻസിൽ ആൾക്കാർ ശരിക്കും ഒരു ഫുൾഫിൽമെൻറ്റും അല്ല എൻജോയ്മെൻറ്റും നേടിയെടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവത്തിൽ കുറേ നേരം ഡീപ്പ് വർക്ക്, ഫ്ലോ സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ്. ഓരോ ആ ടാസ്കും ഒന്നായ പോലെ സമയം പോകുന്നത് അറിയാതെ അത് ശരിക്കും എൻജോയ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അതിൽ മുഴുകി വർക്ക് ചെയ്യുന്ന സാധനമാണ് ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു സംഭവം ഇപ്പോൾ ഭയങ്കര ഇതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ഇൻ്റലക്ച്വൽ വെൽബീയിങ്, focus on being curious and doing deep engaged work. ഇനി അടുത്ത എലമെൻ്റാണ് നാലാമത്തത്, റിലേഷണൽ വെൽബീയിങ്, സ്പൈറൽ 6. അപ്പോൾ ഞാനൊക്കെ പണ്ടൊരു മൈൻഡ് സെറ്റ്, കുറച്ച് മുമ്പ് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഐ എം എ ലോൺ വോൾഫ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് വേറെ ആരും വേണ്ട എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. ജീവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആൾക്കാർ ആവശ്യമുണ്ട്. എനിക്കൊരു ചായ എടുക്കാൻ പോകണമെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും വേണം. ഇപ്പോൾ സ്കൂളിലൊക്കെ ഉണ്ടാവും, നമുക്ക് ബാത്റൂം പോകണമെങ്കിൽ നമ്മളപ്പോൾ ആരെങ്കിലും വേണം. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ആരെങ്കിലും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജേണി ഒന്നുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അതുള്ള കാര്യമാണ്. നമ്മളെ വർക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പല ടൈപ്പ് സ്കില്ലുകൾ നമുക്ക് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ പല ടൈപ്പ് സ്കില്ലുകളൊക്കെ ഉള്ള ആൾക്കാർ നമ്മളൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രോത്ത് എന്തായാലും ഫാസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ ലൈഫിലാണെന്നുണ്ടെങ്കിലും വർക്കിലാണെന്നുണ്ടെങ്കിലും. റിലേഷണൽ വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെൻഡിങ് ടൈം വിത്ത് പീപ്പിൾ ഹൂ കെയർ അബൌട്ട് അസ് ആൻഡ് പീപ്പിൾ വി കെയർ അബൌട്ട്. അത് നമ്മളെ ഫാമിലി ആവാം, അസെൻഡൻസ് ആവാം, ഡിസെൻഡൻസ് ആവാം, അതായത് അടിക്കുള്ള ഫാമിലി ആവാം, മോൾക്കുള്ള ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആവാം, റൊമാൻറ്റിക് പാർട്ട്ണർ ആവാം, എന്തായിക്കോട്ടെ. നമ്മൾ ശരിക്കും കീപ്പ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള നമ്മളാ റിലേഷനിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഓലൊപ്പം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യുക. അത് റിലേഷൻ വെൽബീയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, വിച്ച് ഇൻ ടേൺസ് ഹെൽപ്പ് ഇൻ ബെറ്റർ ഹാപ്പി ലൈഫ്. അപ്പോൾ കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അധികം കാണുന്ന രീതിയിലുള്ള കോൺവെർസേഷൻ അല്ല. അതായത് രണ്ടാൾക്കാർ ഒരു കഫേയിലൊക്കെ വരും, പക്ഷേ രണ്ടാളെന്തേക്കാരം, ഇപ്പോൾ ഭർത്താവും ഭാര്യയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും എന്ത് ചെയ്യും, വരും, എന്നിട്ട് പിന്നെ അങ്ങനെ വരും. മറ്റേ നമ്മൾ ടെക്സ്റ്റ് ആണെന്നൊക്കെ കുറച്ച് പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റും അല്ല, ഇപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, മറ്റേ ആൾ അപ്പുറത്ത് നിന്നാണ് സ്ക്രോൾ ചെയ്യുക, ഓപ്പോസിറ്റ് ഇപ്പുറത്തെ ആൾ സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് ഫുഡ് എന്ത് നോക്കി ചിലപ്പോൾ കഴിക്കുക, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതല്ലാതെ സിംഗിൾ ടാസ്കിങ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ആയിട്ട് അവരോട് സംസാരിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ ഒരു ടൈപ്പ് സാധനമാണ് എന്ത് റിലേഷണൽ വെൽബീയിലേക്ക് ശരിക്കും എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക.
അപ്പോൾ ഞാൻ പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ അവരോട് നിങ്ങൾക്ക് ഈ നേരത്ത് വർക്ക് ചെയ്തൂടെ അല്ലെങ്കിൽ ഈ നേരത്ത് വർക്കൗട്ട് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് വൈകുന്നേരം എനിക്ക് പറ്റില്ലടാ, വൈകുന്നേരം ഞാൻ ചെക്കന്മാരെ പറഞ്ഞ ടൈമാണ്, അല്ലെങ്കിൽ രാവിലെ നമ്മളെ സംബന്ധിച്ചൊരു സോഷ്യൽ ടൈമാണ്, നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുന്ന ടൈമാണ്, ആ ടൈമിൽ എനിക്ക് പറ്റില്ല. അങ്ങനെ പല ആൾക്കാരും പറയലുണ്ട്. ഓലെ സംബന്ധിച്ച് ഓൽക്കറിയാം ഈ റിലേഷണൽ വെൽബീങ്ങിൻ്റെ വാല്യൂ, അതുകൊണ്ടാണ് ആ ടൈമിനെ ഓല് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓൽക്ക് എന്താണ് ഈ സംഭവം ഓല് ചിലപ്പോൾ ഇങ്ങനെ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ എന്തോ ഒരു ഫുൾഫിൽമെൻ്റ് ലൈഫിലൊരു സുഖമുണ്ട് ആൾക്കാരൊപ്പം വർത്താനം പറയുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊപ്പം വർത്താനം പറയുമ്പോൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓല് മനസ്സിലാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ പല ആൾക്കാരുടെ മൈൻഡിൽ ഇതുണ്ടാവും, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഫുൾ വർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഫുൾ ഇപ്പോൾ ബിസിനസ് ബിൽഡ് ചെയ്യാണ്, ഞാൻ ഒരിക്കലും ആൾക്കാരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യില്ല, അതൊക്കെ ഇനി ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്നുള്ള രീതിയിൽ കാണുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരിപ്പോൾ സ്പെൻഡ് ചെയ്യണമെന്നല്ല, പക്ഷേ കുറച്ച് ക്വാളിറ്റി ടൈം അവരിപ്പോൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് റിയാലിറ്റിയിൽ പ്രൈസ്ലെസ് ആണ്. ഇനി ലാസ്റ്റ് 5-ാമത്താണ് ഇമോഷണൽ വെൽബീങ്, സ്പൈറിൽ ഇ. ഓക്കെ, ഞാനൊന്നും ഉള്ളിൽ കീപ്പ് ചെയ്യണില്ല, ഞാൻ ഉള്ള മാതിരി തന്നെ പറയാം. ലൈഫ് എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്, അതിലിഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാവും, അത് റെഗുലറായിട്ടുണ്ടാവും. ആൻഡ് വെൽക്കം, അതൊരിക്കലും അവസാനിക്കില്ല. അധികം ആൾക്കാരും വിചാരം ഒരു ബെറ്റർ ലൈഫ് ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാം ഒരു ഹാപ്പിയർ ലൈഫ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ലൈഫ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ലൈഫ്, അങ്ങനെയാണോ എൻ്റെ ഓല മൈൻഡിലേക്ക് വരാം. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ദാറ്റ്സ് ട്രൂ. പക്ഷേ ഒരു പ്രശ്നം പോയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും. ഞാൻ സബ്സ്റ്റാക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പ്രോബ്ലംസ് ആർ ലൈക്ക് ലീവ്സ് ഇൻ എ ട്രീ, ഇഫ് വൺ ഡിസപ്പിയർ ദ നെക്സ്റ്റ് വൺ കം എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡിൽ വന്നതാണ്. അതായത് മരത്തിൻ്റെ ഇല മാതിരിയാണ്, ഇല കൊഴിയണനുസരിച്ച് പുതിയ ഇല വരും, അതേപോലെ ലൈഫിൽ ഓരോ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതനുസരിച്ച് പുതിയ പ്രോബ്ലംസ് വരും. ഇതൊരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ കുറേ ഇൻറ്റേർണൽ സഫറിങ് കുറയും. അത് മാർക്ക് മനസ്സിലാക്കി മൂപ്പരെ ബുക്കിൽ പറയുന്നതാണ്. ഇപ്പോൾ ലൈഫിൽ ഒരുപാട് പ്രശ്നമുണ്ട്, ലൈഫ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ആ ലൈഫ് എന്താ പറയുക, വൺസ് ഈ പ്രോബ്ലമൊക്കെ അവസാനിച്ചിട്ട് വേണമെങ്കിൽ ജീവിക്കുക എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ പോയി കിട്ടും. അപ്പോൾ കുറച്ചുകൂടി സമാധാനം കിട്ടും. പിന്നെ ഇമോഷണൽ വെൽബീങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹാപ്പിനെസ് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവണം ഇമോഷൻ, അതിൻ്റെ കൂടെ ദേഷ്യം, സങ്കടം, ആങ്കർ, ഫ്രസ്ട്രേഷൻ, സാഡ്നെസ്, ആങ്സൈറ്റി, ഫിയർ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഫീൽ ചെയ്യും. മനുഷ്യന്മാരെന്ന് പറയുന്നത് ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും ഫീൽ ചെയ്യുന്നത് ഒരു മോശം സംഭവമല്ല, ഹാപ്പിനെസ് മാത്രമല്ല നമ്മൾ ഫീൽ ചെയ്യേണ്ടത്, ഇതൊക്കെ ഫീൽ ചെയ്യണത് ഓക്കെയാണ്. ഇത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നമ്മൾ അലൈവാണ്, നമുക്ക് ജീവനുണ്ട്, നമ്മളൊരു മനുഷ്യനാണ്, നമ്മൾ ജീവനുള്ള മനുഷ്യനാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് എല്ലാ ഇമോഷൻസും ഫീൽ ചെയ്യുക. അങ്ങനെ കണ്ടാൽ മതി, ഒരു മോശമില്ല, അത് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീങ്ങിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റഡീസിലൊക്കെ കാണിക്കുന്നൊരു സാധനമാണ് ബീയിങ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വി ഹാവ്, വാട്ട് വി ഓൾറെഡി ഹാവ്. ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ രാവിലെ എണീറ്റിട്ടോ ഒരു 3, 4, 5 കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ എഴുതാം, ഒക്കെ ചെയ്യാം. നമ്മൾ ഇതിന് ഗ്രേറ്റ്ഫുൾ ആണ്, നമുക്ക് വെള്ളമുണ്ട്, നമുക്ക് ഫുഡുണ്ട്, നമുക്ക് പാരൻസ് ഉണ്ട്, നമുക്ക് ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സാധനം വാങ്ങി ഇന്ന കാര്യം അച്ചീവ് ചെയ്തു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യും. നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ, എപ്പോഴും ആൾക്കാർക്ക് വേണ്ടത് അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത് ഓൾക്ക് എന്താണോ ഇല്ലാത്തതാണല്ലോ. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി നമുക്ക് എന്താണോ ഇല്ലാത്തത് ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എസ്പെഷ്യലി ഫ്രം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യാത്തതാണ്. അത് ഞാൻ കൺക്ലൂഷനിൽ കുറച്ചുകൂടി പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ആങ്ഷ്യസ് ഇതിലായിരിക്കും, എപ്പോഴും എന്താ നമുക്ക് ഇല്ലാത്ത, എന്താണെന്ന് ലാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു നെഗറ്റീവ് രീതിയിൽ ഇങ്ങനെ പോയി വരും. ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണത് ഇന്ന അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, ഇന്ന സംഭവം ഉണ്ട്, അതൊരു ബ്ലെസ്സിങ് അല്ലേ, അതെൻ്റെ ലൈഫിലുണ്ട് എന്ന് നമുക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ ഇമോഷണൽ വെൽബീങ്ങിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി സ്പയർ എന്നുള്ള സംഭവം കഴിഞ്ഞു, സ്പിരിച്വൽ, ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, റിലേഷണൽ, ഇമോഷണൽ വെൽബീങ്, ഈ 5. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ എന്താണ് ഫൈനാൻഷ്യൽ വെൽബീങ് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ ഓക്കെ, ഹാപ്പിനെസ്സിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസയും അതിലൊരു എലമെൻ്റ് തന്നെ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ശരിയാണ്, ഫൈനാൻഷ്യൽ വെൽബീങ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് നമ്മൾ ആ ഡിമിനിഷിങ് കർവ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് നമ്മളെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നവരെയാണ്. ആ സ്റ്റഡീസ് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആക്ച്വലി നമ്മളൊരു ഏകദേശം നമുക്കൊരു കംഫർട്ട് ലെവലിൽ പൈസ എത്തി, നമ്മളെ കാര്യങ്ങളൊക്കെ ചിലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, ബേസിക് നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ വെൽബീങ് ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഈ ഒരു ബാക്ക്വേർഡ് ലോ എന്താണെന്നുള്ളത്, നെഗറ്റീവ് കർവിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ബാക്ക്വേർഡ് ലോയിൽ നമ്മൾ പറഞ്ഞു എന്ത്, ചില കാര്യങ്ങൾ ലൈഫിൽ എസ്പെഷ്യലി സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ട് കിട്ടാം. പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ്ലി അതിൻ്റെ കണ്ടീഷൻസ് ശരിയാക്കി കഴിഞ്ഞാൽ, ആ സംഭവങ്ങൾ പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹാപ്പിനെസ്. നമ്മൾ പറഞ്ഞു ആ ഹാപ്പിനെസ്സിൻ്റെ കണ്ടീഷൻസാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്പയർ. ഈ സ്പയറിൻ്റെ വെൽനെസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് എന്ത് വരിക, ഹാപ്പിനെസ് വരിക.
പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പറഞ്ഞു, ആൻറ്റി ഫ്രെജിലിറ്റി. ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ബ്രേക്കപ്പിൻ്റെ, റെസിലിയൻസ് 2.0 എന്ന് പറഞ്ഞത്. നമ്മൾ എവിടെയാണ് ഉണ്ടായിരുന്നത് ഒരു ഹാർഡ്ഷിപ്പ് വരുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആവുന്നത്, റൈറ്റ്? അപ്പോൾ അതെന്തിനാ പറഞ്ഞു വെച്ചാൽ നമ്മളെ ലൈഫിൽ ശരിക്കും നമുക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഫ്രെജൈൽ ആവണം. നമ്മുടെ ലൈഫിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ വരാൻ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രോത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പോകണം. ഒരു ആൻറ്റി ഫ്രെജൈൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റോട് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഇതിനെ എന്താ പഠിപ്പിക്കണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിന് മുമ്പുണ്ടായിരുന്ന വേർഷനെക്കാട്ടും ബെറ്റർ ആവുക എന്നുള്ളതാണ് അവിടെയുള്ള ഓപ്ഷൻ. അതിൻ്റെ കൂടെ നമുക്ക് ആ ഹാപ്പിനെസ്, ആ ഒരു ഹാപ്പി ലൈഫ് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളുടെ വെൽബീങ്ങിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്പയറിലെ 5 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നെ ഭയങ്കര ഇതിൽ റെസൊണേറ്റ് ചെയ്തു എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. പിന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ്, റീസെൻ്റായിട്ടൊക്കെ ഉണ്ടാക്കുന്ന പല വീഡിയോസ്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിട്ട ഒരുവിധം മെജോറിറ്റി വീഡിയോസൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു യങ്ങർ സെൽഫിന് വേണ്ട രീതിയിലാണ്. ഓക്കെ, ഒരു 3-4 വർഷം മുമ്പ് ഇങ്ങനത്തെ വീഡിയോസ് മലയാളത്തിൽ എൻ്റെ യങ്ങർ സെൽഫിന് അവൈലബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ജേണി, കുറേ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിരുന്നു എന്നുള്ള മൈൻഡോട് കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നത്തെ എൻ്റെ ആ സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർക്ക്, പല ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുൾ ആവും. ഇത് എനിക്കൊരു മീനിങ് തരുന്നുണ്ട് ലൈഫിൽ, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അതുകൂടാതെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കും കൂടിയാണ്. അപ്പോൾ അവിടെ ആ സ്പിരിച്വൽ വെൽബീങ്ങിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വർക്കൗട്ടും സ്ലീപ്പും അതേപോലെ കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫുഡും, പക്ക പെർഫെക്റ്റ് പറയണില്ല എന്നാലും ഒരു 80-20 എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഈ സംഭവവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുകൂടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫിസിക്കൽ വെൽബീങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓൾറെഡി എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസുകൾ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ഇന്ന രീതിയിലാണ് ഞാൻ അത് സോൾവ് ചെയ്തത്, അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ റിസർച്ച് ചെയ്താണ് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഈ രണ്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി റിസർച്ച് ചെയ്യുമ്പോഴാണ് ബാക്ക്വേർഡ് ലോനെ കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ബാക്ക്വേർഡ് ലോ, ആൻറ്റി ഫ്രെജിലിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, അതിനെ കണ്ടിന്യൂസ്ലി ഞാൻ ലേൺ ചെയ്യുന്നു. അത് എൻ്റെ ഇൻ്റലക്ച്വൽ വെൽബീങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞാൻ അതിൻ്റെ റീഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി അടുത്ത സംഭവം എന്താ വെച്ചാൽ, എനിക്ക് വളരെ രീതിയിൽ ചെറിയ സർക്കിളുള്ളൂ. ഈവൻ ദോ നമ്മളൊരു ഇൻഫ്ലുവൻസറാണ്, നമുക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, കുറച്ചല്ല അത്യാവശ്യം ആൾക്കാർക്ക് നമ്മൾ അറിയാമെന്നൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ എൻ്റെ സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര സ്മോളാണ്. ഒരു സിംഗിൾ ഹാൻഡിലൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, അത്ര കൗണ്ട് ചെയ്യാണ്ടാവുള്ളൂ. അപ്പോൾ ഈ സർക്കിൾ, അതേപോലെ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ, നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കലുണ്ട്. ചിലപ്പോൾ അത് നമ്മളൊക്കെ എല്ലാവരും കൂടി ജിമ്മിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചായ അടിച്ച് ഇറങ്ങലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഓഫീസ് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോ തന്നെ ആയിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അതിൻ്റെ റിലേഷണൽ വെൽബീങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് കുറച്ച് കാലം മുമ്പ് വരെ ഭയങ്കര പ്രൊഡക്ടിവിറ്റി, ഡിസിപ്ലിൻ ഇതിലൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു, ഫിസിക്കൽ ഹെൽത്ത്, ഫിറ്റ്നസ്സിലൊക്കെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിലും ഹ്യൂമൻ വാല്യൂസ് എന്താണ്, നല്ലൊരു മനുഷ്യൻ എങ്ങനെ ആവുക, നല്ലൊരു ഫ്രണ്ട് എങ്ങനെ ആവുക, എങ്ങനെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും പോലെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പഠനത്തിലും ഇതിലൊക്കെ ഫോക്കസ് ചെയ്യണം. എനിക്കിതൊക്കെ എന്താണ് പുതിയ സംഭവങ്ങളാണ്, പഠിക്കണം. ശരിക്കും ഇത് പഠിപ്പിച്ച് തരുന്ന സംഭവങ്ങളല്ല, ഒറ്റയ്ക്ക് പഠിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കണ്ടുകൊണ്ട്. പക്ഷേ എനിക്കത് ശരിക്കും ഭയങ്കര രീതിയിൽ ലാക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ അത് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ തന്നെ ഇമോഷൻസ് മാനേജ് ചെയ്യാനും ഫേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, കുറേ അൺകംഫർട്ടബിൾ ആയ സാധനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു, ഇമോഷണൽ വെൽബീങ്ങിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്ക് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്, വിച്ച് ഇൻ ടേംസ് ഹെൽപ്സ് വിത്ത് ദ ഫൈനാൻഷ്യൽ വെൽബീങ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര രീതിയിൽ എൻ്റെ ലൈഫായിട്ട് അലൈനായി തോന്നിയെന്ന്. ഇനി ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. ഒരു 90 മിനിറ്റ് പേഴ്സണൽ സ്ട്രാറ്റജി സെഷൻ. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിത് വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിക്കണ്. നല്ല ചുരുക്കി പറഞ്ഞുതരാം. ഒരു 90 മിനിറ്റ് ഞാൻ നിങ്ങളൊപ്പം ഇരുന്നിട്ട്, ആരാണോ ബുക്ക് ചെയ്യണത് പോലെ ഇപ്പോൾ ഇരുന്നിട്ട് ലൈഫിൽ നിങ്ങളെ ലൈഫും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെയൊക്കെയാണ് ബോട്ടിൽ നെക്സ്റ്റ്, എവിടെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് അതൊരു ക്ലാരിറ്റി ആക്കിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ള രീതിക്ക് മാറ്റിത്തരും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ എൻ്റെ നോളജും എൻ്റെ എക്സ്പെർട്ടൈസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് അഡ്വൈസ് ചെയ്യുക, മോട്ടിവേഷൻ തരിക എന്നല്ല, നിങ്ങളെ ലൈഫായിട്ട് നോക്കിയിട്ട് പേഴ്സണലൈസ്ഡ് അഡ്വൈസ് തരിക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ആക്ച്വലി നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ എൻ്റെ കൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് കിട്ടലുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതേപോലെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ചിലവരിൻ്റെ നമ്പറൊക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ചാണ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഓലെ കുറിച്ച് കൂടുതൽ അറിയേണ്ടി വരും. ജസ്റ്റ് ജനറിക് അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഓരോപ്പം സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള ഹെൽപ്പ് വേണം, അത്രയും സീരിയസ് ആയിട്ടുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1-on-1 സ്ട്രാറ്റജീൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് വെക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ഇത് ആകെ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കണുള്ളൂ, അത് 3 സ്ലോട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത്ര ആൾക്കാർ എടുക്കാൻ എനിക്ക് ടൈമുള്ളൂ. ബാക്കി എനിക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കാനും വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു 3 സ്ലോട്ട് എടുക്കണം എന്താ വെച്ചാൽ ഓൾക്ക് അത്രയും വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്, നോ പ്രഷർ. ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുണ്ട്. സോ ബാക്ക് ടു ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ കൺക്ലൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറേ പോയിൻറ്റ്സുകളാണ് ഞാൻ ഈ ലാസ്റ്റ് അടുക്കി ഒതുക്കി ഒരു കൺക്ലൂഷനാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറിയ കുട്ടിയുടെ ടൈമിൽ എനിക്ക് ഡിസ്കവറി ചാനൽ, അതേപോലെ ആനിമൽ പ്ലാനറ്റ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അധികവും ആ ഒരു പ്രായത്തിലൊക്കെ കൂടുതലും കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ കാണുന്ന ആ ഒരു പ്രായത്തിൽ ഇന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരുന്നത് ബ്ലൂ ഓഷ്യൻ, അതിലെ ക്രീച്ചേഴ്സ്, ഫോറസ്റ്റ്, മറ്റേ ടൈഗർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസ്കവറി ചാനലൊക്കെ കാണിക്കുന്ന പ്രഡറ്റേഴ്സും കാര്യങ്ങളും ആനിമൽസൊക്കെയാണ്. എസ്പെഷ്യലി പ്രഡറ്റേഴ്സ്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഷോ ആയിരുന്നു. ഒന്ന് റിവർ മോൺസ്റ്റേഴ്സും, 2 മാൻ വേഴ്സസ് വൈൽഡും. അത് ഈ റീസെൻ്റായിട്ട് വരെ ഞാൻ കണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇങ്ങനെ ആ ഒരു പഴയ ആ രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ആദ്യമൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് എന്ന് പറയുന്നത് ഫുൾ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ആയിരുന്നു, ആൻഡ്രൂ ഹ്യൂബർമാനും ക്രിസ് വില്യംസനൊക്കെ ആയിട്ട്. പിന്നെ ഞാനിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഇവോൾവ് ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ ആൽഗോരിതം നമുക്കനുസരിച്ച് ഇഷ്ടമുള്ള രീതിക്ക് മാറിയല്ലോ. ഇപ്പോൾ ഫുള്ള് നായ്ക്കളും മൃഗങ്ങളും ഓഷ്യനും അങ്ങനത്തെ സംഭവം ലോ കോർട്ടിസോൾ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഈ മൃഗങ്ങളുടെ ലൈഫും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ വന്നതാണ്, ഒരു റിഫ്ലക്ഷനായിട്ട്. ശരിക്കും അതിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ മാത്രമുള്ള ആക്ച്വലി എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റേസിൽ എപ്പോഴും പ്രൊഡക്റ്റീവ് ആവണം, എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്യണം, എനിക്ക് തീരെ സമയമല്ല, എപ്പോഴും അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് വാങ്ങണം, ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹറി ലൈഫിൽ ഒരു റേസിൽ ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രകൃതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ ജീവികളും, എല്ലാ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എല്ലാം ഈവൻ പണ്ടത്തെ മനുഷ്യന്മാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ട്രൈബൽ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഇവരൊക്കെ ആക്ച്വലി ഒരു സ്ലോ ലൈഫല്ലേ ജീവിക്കുന്നത്. ശരിക്കും നോക്കി നോക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ പലതും തലയിൽ തോന്നുന്നുണ്ടാവും, അതിന് കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ജെന്യുവനായിട്ട് അങ്ങനെയല്ലേ ജീവിക്കുന്നത്. എനിക്കത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ആനിമൽസിനൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ പൂച്ചയും കാര്യങ്ങളും കോഴികളും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുപോലെ ഡോഗ്സിനാണെന്നുണ്ടെങ്കിലും അതർ ക്രീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലായത് ഓല ലൈഫ് ഒരു സ്ലോ രീതിയിലാണ് ജീവിക്കുന്നത്. ഓല എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആ ഒരു ടൈപ്പ്. ഓൾക്ക് ഫുഡ് വേണ്ട സമയത്ത് ഒരു ഫുഡ് തേടും, അല്ലാത്ത അധിക സമയത്ത് ഒരു റെസ്റ്റ് എടുക്കുമായിരിക്കും. ഓലൊന്നും ഒരു ഹറിയിലോ ടെൻഷനിലോ ആങ്സൈറ്റിയിലോ ഒന്നും അല്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഹറിബറി ലൈഫിൻ്റെ വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് നമ്മൾ മനുഷ്യന്മാരുടെ ലൈഫിൽ 2 സാധനങ്ങളുടെ തമ്മിലൊരു ഇൻ്റർസെക്ഷനാണ്: സോഷ്യൽ മീഡിയ, അതേപോലെ മെറ്റീരിയലിസ്റ്റിക് ബിസിനസ്. അത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന സംഭവം എന്തൊക്കെയാണ്? ലൗഡായിട്ടുള്ള കാര്യങ്ങൾ. ലൗഡ് എന്ന് പറഞ്ഞാൽ സൗണ്ടിൽ മാത്രമല്ല, മൊത്തത്തിൽ. അത് കാർസ് ആയിക്കോട്ടെ, ബൈക്സ് ആയിക്കോട്ടെ, ലുക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാരെ ക്യാപ്ചർ ആവുന്ന രീതിയിലുള്ള സാധനങ്ങൾ, ഫ്ലാഷ് ചെയ്യുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരിക. എന്താണ് നമ്മളെ ലൈഫിൽ ഇല്ലാത്ത അത് നമ്മൾ കാണുമ്പോൾ. ഇപ്പോൾ ലുക്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടാണ് ലുക്കൊക്കെ പോകുന്നത്, അതൊരു വേറെ തന്നെ ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ മോഡൽസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് ഭാഗത്തേക്കാണ്? പല ആൾക്കാർ ഈ കർഡാഷ്യൻസ് അങ്ങനത്തെയൊക്കെ കുറേ ആർട്ടിഫിഷ്യൽ സാധനങ്ങളും ഫില്ലേഴ്സും ബോട്ടോക്സും അതേപോലത്തെ എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഒരു ബ്യൂട്ടിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ആ നാച്ചുറൽ ഫെമിനിൻ ബ്യൂട്ടി അല്ല. ഇപ്പോൾ ആണുങ്ങൾ കേസാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. TRTയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, അത് പോട്ടെ, TRT പോട്ടേക്കാം. അതല്ലാതെ കുറേ ക്ലാവിക്കുലറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ സാധനങ്ങൾ ഇഞ്ചക്ഷൻസൊക്കെ വെച്ചുകൊണ്ട് പല സാധനങ്ങൾ എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ രീതിക്ക് പോകുന്ന ആണുങ്ങൾ, പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആ രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പം ഇനി ഇവിടെ കുറവാണെന്നുണ്ടെങ്കിലും വെസ്റ്റിലൊക്കെ അത് കൂടുതലേക്കാരം. പക്ഷേ ഇവിടേക്കും എന്ത് ചെയ്യും, ആ വെസ്റ്റത്തെ കൾച്ചർ വരുന്നത് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ, അതേപോലെ തന്നെ കൂടുതൽ കാശ്, ബൈക്സ്, മണി, ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ, ലുക്ക്, ഇങ്ങനത്തെ ഒക്കെ കൂടുതൽ റിവാർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ, ആൽഗോരിതംസ് പുഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും ആ ഭാഗത്തായിരിക്കും. സോ ഇങ്ങനെ ഒരു സൈക്കിളാണ്. ഇത് കാണിക്കുന്ന ആൾക്കാരെ
നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ ഇത് കണ്ടാണ്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ബിസിനസ്സുകാർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ആ രീതിയിൽ ഭയങ്കര ഒരു സൈക്കിളായി കണ്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, എങ്ങനത്തെ ലൈഫ് ജീവിക്കണം എന്നുള്ളതൊക്കെ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വീഡിയോസ് വി വാച്ച് ആൻഡ് ദ തിങ്സ് വി സീ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്നല്ല, ഞാൻ വേർഡ് ബൈ വേർഡ് സ്ക്രിപ്റ്റിൽ എഴുതിയ ഞാൻ ന്യൂസ് ലെറ്റർ എഴുതുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ ടൈലർ ഡേർഡൻ്റെ ഫൈറ്റ് ക്ലബിലത്തെ ഡയലോഗാണ്. വി ആർ ദ മിഡിൽ ബോയ്സ്, മിഡിൽ മെൻ ഓഫ് ദ ഹിസ്റ്ററി മാൻ. വി ഡോണ്ട് ഹാവ് എ ഗ്രേറ്റ് വാർ ഓർ ഡിപ്രഷൻ. അവർ ലൈഫ് ഈസ് ദ ഡിപ്രഷൻ. അഡ്വർടൈസിങ് ഓഫ് ഗോഡൻ ആസ് ചേസിങ് കാർസ് ആൻഡ് ക്ലോത്ത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് എന്തുകൊണ്ട് കൊടുക്കാതെ വെച്ചാൽ അത് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഫൈറ്റ് ക്ലബ്ബ് ടൈലർ ഡേഡൻ്റെ ഡയലോഗ് അടിച്ചാൽ മതി, ടൈലർ ഡേഡൻ ഡയലോഗ് എന്നുള്ളത് അത് കിട്ടും. അപ്പോൾ ശരിക്ക് ചെറിയൊരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലപ്പോൾ സോഷ്യൽ മീഡിയ ലോഞ്ച് ചെയ്തത്, സോഷ്യൽ മീഡിയ വന്നത് ഈസ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ്. നമ്മൾക്ക് അറിയുന്ന ആൾക്കാർ, ഫ്രണ്ട്സ്, ഫാമിലി, നമുക്കറിയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ആ ഒരു കുറച്ച് ആൾക്കാർ, നമുക്ക് എത്രത്തോളം ആൾക്കാർ അറിയുണ്ടാവും, ലക്ഷക്കണക്കിനൊന്നും അറിയില്ലല്ലോ, കുറച്ച് ആൾക്കാരല്ലേ അറിയുണ്ടാവുക. അപ്പോൾ ആ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ബൗണ്ടറീസിന് പുറമെ നമ്മളിവിടെ ഫിസിക്കലി നമ്മൾ ലിമിറ്റഡ് ആണ്, അതിന് പുറമെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു സോഷ്യൽ മീഡിയ വന്നത്. നമ്മൾ ടി വി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മെയിനായിട്ട് 1 to many കമ്മ്യൂണിക്കേഷനാണ്. ഓല് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ബാക്കി എല്ലാവരും കാണുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ മെനി ടു മെനി ഇൻട്രാക്ഷനാണ് വരും. നമുക്ക് നമ്മളെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യാം, വേറെ ഉള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യാം, നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം അങ്ങനെ. പക്ഷെ എന്നാലും നമ്മളെ ഫീഡ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയുന്ന ആൾക്കാരെ പോസ്റ്റും കാര്യങ്ങളൊക്കെ അയക്കാം, ഓല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കാം, ഓലൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം. അപ്പോൾ ഇത് ആക്ച്വലി എന്തായിരുന്നു, ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. പിന്നീട് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവം പതുക്കെ ഒരു അറ്റൻഷൻ മീഡിയയായി മാറാണ്. ഇതിൻ്റെ മെയിൻ ബിഹൈൻഡ് എന്ന് പറയുന്നത് ബിസിനസ് ഇൻസെൻറ്റീവ്സ് തന്നെയാണ്. ഇന്നത്തെ പ്ലാറ്റ്ഫോംസ്, എസ്പെഷ്യലി ഷോർട്ട് ഫോംസ് കേട്ടോ, ലോങ് ഫോമും മോശമൊന്നുമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോം തുറന്നാലും ഫസ്റ്റ് നമ്മൾ മുമ്പൊക്കെ വരും ടും പറഞ്ഞിട്ട് ഷോർട്ട് ഫോംസിൽ വരിക, റീൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ ആൽഗോരിതംസ് ആണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിക്കാണ്ട് നമ്മളെ ഡാറ്റ വെച്ചുകൊണ്ട് പോലെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ആ സംഭവങ്ങളാണ് നമുക്ക് കാണിച്ചു തരിക. എന്തിന്? എന്നാലും നമ്മൾ അത്രയും നേരം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുള്ളൂ. അത്രയും നേരം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്താൽ ഒന്ന് ഓൾക്ക് ഏറ്റവും കൂടുതൽ ആഡ്സുകൾ കാണിക്കാൻ പറ്റുള്ളൂ. എയ്തർ ഇറ്റ് വിൽ ബി ഡയറക്റ്റ്ലി, ഇപ്പോൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഡയറക്റ്റ് ആയിക്കാണ്ട് ആഡ് വരുന്നുണ്ടാവും. നമ്മളെ വീഡിയോ ആണെങ്കിൽ നമുക്ക് ജീവിച്ച് പോകാനുള്ളതാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്കിപ്പോൾ അത് ആഡ് കണ്ടാലും കുറച്ച് ഉപകാരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ സ്ക്രോളിങ്ങോ കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻഡയറക്റ്റ് ആയിക്കാണ്ടും ആഡ് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ബ്രാൻഡ് കൊളാബറേഷനൊക്കെ അങ്ങനെയുള്ള വരുന്നത് ഇൻഡയറക്റ്റ് ആഡ് ആയിക്കാണ്ടാണല്ലോ. അങ്ങനെ നിങ്ങൾ കൂടുതൽ നേരം പ്ലാറ്റ്ഫോംസിൽ എത്രത്തോളം പറ്റും അത്രത്തോളം നേരം പിടിച്ചിരുത്തിയിട്ട് കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ കാണിപ്പിച്ച് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങളെ കുറിച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള മോട്ടീവിലൂടെയാണ് ഇതെന്ത് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറ്റൻഷൻ മീഡിയയിലേക്ക് മാറിയത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്രാൻഡ്സ് അതുപോലെ തന്നെ ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും എന്തുകൊണ്ട്, ഈവൻ പല പ്രൊഫഷണൽ ആൾക്കാർ, സിനിമാ നടന്മാർ എല്ലാവരും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്, ഒരു പേഴ്സണൽ ബ്രാൻഡ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഐബോൾസ് എവിടെ വീഴുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ടി വിയിലോ ഇതിലൊന്നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. ടി വി റേഡിയോ ഒക്കെയാണ് അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമല്ല, സോഷ്യൽ മീഡിയയാണ്. എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണാണ്, എല്ലാ ആൾക്കാരുടെ കയ്യിലും ഫോണാണ്. സോ അവിടെയാണ് ഏറ്റവും കൂടുതൽ അഡ്വർടൈസിങ് പ്ലേസ് ചെയ്യാൻ പറ്റുക. അത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൾക്ക് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യണമെങ്കിൽ എത്രയോ മടങ്ങ് ടൈം ഈ ക്രിയേറ്റേഴ്സിൻ്റെ, ഓൾക്ക് അറിയാത്ത ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഈവൻ ആസ് എ ക്രിയേറ്റർ ഞാൻ ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ വല്ല യൂസ് ചെയ്യലില്ല, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം. എൻ്റെ മെയിൻ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഇല്ല, എൻ്റെ സെക്കൻഡറി ഡിവൈസിലാണ് ഇൻസ്റ്റഗ്രാം ഉള്ളത്. സെക്കൻഡറി ഡിവൈസ് സിമ്മും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ്, ഐപാഡാണ്. അപ്പോൾ വീട്ടിലേ ഉണ്ടാവുള്ളൂ. ആ വീട്ടിലുണ്ടാവുന്ന ടൈമിൽ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോറിയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എടുക്കുക. ഈ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 10-15 എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ വേഗം എടുത്ത് വെക്കും. ഓക്കെ, ഞാൻ എൻ്റെ മെയിൻ ഫോണിൽ അത് യൂസ് ചെയ്യുന്നില്ല. ഈവൻ ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ ടൈം ഇൻറ്റൻഷനലി കേട്ടോ, ഓട്ടോമാറ്റിക് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായാലും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ തന്നെ കാര്യം പോവുക, ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇൻറ്റൻഷനലി കൂടുതൽ നേരം വായിക്കാനും എഴുതാനും പിന്നെ വർക്കൗട്ട്, ട്രെയിനിങ്, സ്വിമ്മിങ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനോ ഇങ്ങനെയൊക്കെ ആയിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള സിംഗിൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഐ തിങ്ക് കഴിഞ്ഞ മാസം കണ്ടോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് നെല്ലിയാമ്പതിക്ക് ട്രിപ്പ് പോയി. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സ്ഥലം. ആ ഒരു തണുപ്പും മിസ്റ്റും ആ ഒരു മോയ്സ്ചർ ലൈഫുള്ള അറ്റ്മോസ്ഫിയറും, കുറച്ച് മഴക്കാലമാണല്ലോ,
അതും വെള്ളച്ചാട്ടങ്ങളും ഫോറസ്റ്റ് സ്ട്രീമും കുറേ ആനിമൽസിനും കാര്യങ്ങളൊക്കെ കണ്ടു. കാട്ടുപോത്തിനും വേഴാമ്പലും അത് ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കണ്ടു. ഫോറസ്റ്റ് സ്ട്രീംസും കാര്യങ്ങളൊക്കെ അതിലൊക്കെ കുളിച്ചു. നല്ല ഫുൾ വൈബേനും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിൻ്റെ പോലെ ഒന്നല്ല. ഓക്കെ, ഈവൻ ആ ഒരു ഹില്ലി തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവിടെ ജീവിക്കുന്നത് അധികവും അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ തന്നെയാണ്, അവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. ജീവിക്കുന്നതല്ല, അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. നമ്മൾ വയനാടോ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, തണുപ്പുള്ള സ്ഥലമാണെങ്കിലും ടൂറിസ്റ്റ് പ്ലേസുകൾ പോയി കഴിഞ്ഞാൽ, ഊട്ടി വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുക ടൂറിസ്റ്റുകളായിരിക്കും. ആ സ്ഥലം തന്നെ ഒരു കൂടുതൽ അധികം എരപ്പാക്കിയിട്ടുണ്ടാവും, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ആകെ ഒച്ചപ്പാടും പാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ കൂടുതലും ലോക്കൽസാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അറിയുന്നൊരു ചങ്ങായിൻ്റെ ഒപ്പമാണ് പോയത്, അവിടുത്തെ ലോക്കലായിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആൾക്ക് അറിയാത്ത കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ ഓല് ജീവിക്കണോണ്ട് തന്നെ ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ ആരും അങ്ങനെ ഭയങ്കര രീതിയിൽ പ്ലാസ്റ്റിക്സോ കാര്യങ്ങളൊന്നും ഇട്ട് ഇരപ്പാക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പ്രകൃതിൻ്റെ കേസൊക്കെ പറഞ്ഞു ഓലൊക്കെ എന്താണ്, ഞാൻ ആ ഡിസ്കവറി ചാനലിലൊക്കെ കേസ് പറഞ്ഞപ്പോൾ ഓലൊക്കെ ഒരു സ്ലോ ലൈഫാണ് ജീവിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു സ്ലോ ലൈഫാണ് ജീവിക്കുന്നത്. ഓല് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞാൽ, ഇവൻ പറഞ്ഞതാണ് എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്, ഓരെന്ത് ചെയ്യും, തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങും, പണിയെടുക്കാൻ ഇറങ്ങും. അവിടെ ഏകദേശം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള എന്താ പറയുക ലിവിങ് സ്റ്റേറ്റസ് ആണ്. പൈസക്കാരൻ പാവം അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവർക്കും ഏകദേശം ഏണിങ് ഒരേപോലെ തന്നെ ആയിരിക്കും. അവിടെ ഉള്ള ഒരുവിധം എല്ലാവരും അവിടെ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കയറും. അപ്പോൾ ഇവർ രാവിലെ ആയി കഴിഞ്ഞാൽ തോട്ടത്തേക്ക് ഇറങ്ങും, പണിയെടുക്കാൻ ഇറങ്ങും. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ഓലെ പണി കഴിയും. അതിൻ്റെ ഇടയിൽ ഒരു ഉച്ചക്കുള്ള ഫുഡ് കഴിക്കും. അതേപോലെ വൈകുന്നേരം വന്നിട്ട് ഒരു കുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഡിന്നർ കഴിക്കും. പിന്നെ രാവിലേക്കുള്ള ഫുഡ് ഓല് കഴിക്കും. ഒരു നേരത്തെ ഡിന്നർ കഴിച്ചാണ്ട് ഉറങ്ങും, നേരത്തെ എണീക്കും, പോവും. ആ രീതിയിലുള്ള റൂട്ടീനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തോന്നും നമുക്ക് വെറും വർക്ക് ഫുഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ ആൾക്കാർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആ പണിയും കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവരൊന്നും ഇൻ്റർനെറ്റ് ഫസ്റ്റ് പീപ്പിൾ അല്ല. ഇൻ്റർനെറ്റ് ഇവർക്ക് ആക്സസിബിൾ ആണോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അവിടെ പോയപ്പോഴൊന്നും റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സമാധാനമുള്ള ലൈഫാണ് ഓല് ജീവിക്കുന്നത്. ആൻഡ് ഓലെ ലൈഫിൽ ഓലെന്താണ് ഹാപ്പിയാണ്. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ, ആരോടൊക്കെയാണോ നമ്മൾ സംസാരിച്ചത്, ചായക്കടയിലോ അങ്ങനെയൊക്കെ നമ്മൾ കയറിയും ആരോടൊക്കെയാണോ സംസാരിച്ചത്, ആരോടൊക്കെയാണോ ഇൻട്രാക്ട് ചെയ്തത്, ഓലൊക്കെ ഭയങ്കര നൈസായിട്ടുള്ള ആൾക്കാരാണ്. ഈവൻ ഞങ്ങൾ പല സ്ഥലങ്ങളും കാണാൻ പോകുമ്പോൾ ഒരു വണ്ടിക്കും പോകാൻ മാത്രം ഗ്യാപ്പുള്ള റോഡുകളുണ്ടായിരുന്നു. അതിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓപ്പോസിറ്റ് അവിടുത്തെ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യും, ഇങ്ങനെ മാറ്റിത്തരും. വണ്ടി സൈഡിലേക്കാക്കിയിട്ട് ആ ഒരു സൈഡിലേക്ക് കയറ്റിയിട്ട് നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് വരും. അത്രയും നൈസ് മനുഷ്യന്മാർ. നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിറ്റിയിലും ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ വണ്ടി ഒരു കുറുകെ വന്നാൽ തന്നെ 10-15 തെറി അപ്പം തന്നെ കേട്ടിട്ടുണ്ടാവും. ആകെ അലമ്പ് ഒച്ചും പുളിയൊക്കെ ഉണ്ടാവും. അത് ഞാൻ ഒരിക്കലും ആൾക്കാരെ കുറ്റം പറയല്ല. ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം അങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടുത്തെയും ഇവിടുത്തെയും ജീവിത സാഹചര്യം ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, അവിടെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കുറേ മെയിൻ കാരണം ഇവിടുത്തെ ആൾക്കാർ ഒന്ന് ട്രാഫിക്, പൊടി, സ്ട്രെസ്സ്, ഇഷ്ടമല്ലാത്ത ജോബിലാണ് പണിയെടുക്കുന്നത്, പിന്നെ ആകെ പൊല്യൂഷൻ, അതിൻ്റെ ഒപ്പം സാലറി, EMI, റെൻറ്റ്, പിന്നെ അല്ലാത്ത സ്ട്രെസ്സുകൾ, പിന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റും അതിൻ്റെ കീഴിലുള്ള ജീവിതം, ആകെപ്പാടെ മൊത്തത്തിൽ എന്താ പറയുക ഹൈ കോർട്ടിസോൾ ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് ചൂടാവുന്നൊക്കെ രീതിയിലുള്ളൊരു ആൾക്കാരായി മാറുകയാണ് ഈ ടൗണിലും സിറ്റീസിലൊക്കെ ഉള്ള ആൾക്കാർ. അതേസമയം ഓലെ സംബന്ധിച്ച് ഒരു മെൻ്റലി ആ ഒരു പീസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സമാധാനപ്പെട്ടാണ്ടുള്ള ഒരു ജീവിതമാണ്. ഇവർ ഫുള്ളൊരു ആങ്ഷ്യസ് ലൈഫിലാണ്. നമ്മൾ മോഡേണൈസ്ഡ് അല്ലെങ്കിൽ സിവിലൈസ്ഡ് എന്നൊക്കെ നമ്മളെ വിളിക്കും. നമ്മൾ ടൗണിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ ഫുൾ ഡെവലപ്ഡ് ആൾക്കാരെന്നൊക്കെ നമ്മളെ പറയും. എന്നിട്ട് നമ്മളെ ഓരെന്ത് ചെയ്യും, അണ്ടർ ഡെവലപ്ഡ് പറഞ്ഞാണ്ട് കളിയാക്കും. പക്ഷേ ശരിക്കും ചോദിച്ചു നോക്കും, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇത്രയും പറഞ്ഞതൊക്കെ ഉപകാരപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി. ഇപ്പോൾ നമ്മൾ ഇത്രയും ഡെവലപ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത്രയും അടിപൊളി ലൈഫാണ് നമ്മൾ ഈ സിറ്റിയിലുള്ളവർ ടൗണിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒന്ന് ചിന്തിച്ച് നോക്കും, ശരിക്കും ആക്ച്വലി ആരാണ് ഒരു നല്ല ലൈഫ് ജീവിക്കുന്നത്? ശരിക്കും ആക്ച്വലി ആരാണ് ഒരു ഫ്രീ ലൈഫ് ജീവിക്കുന്നത്? ശരിക്കും ആക്ച്വലി ആരാണ് ഒരു ഹാപ്പി ലൈഫ് ജീവിക്കുന്നത്? അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ന്യൂസ് ലെറ്റർ ഉണ്ട് സബ്സ്റ്റാക്കിൽ, അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രീ ആയിട്ട്. ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊരു ആർട്ടിക്കിളായി എഴുതും. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് മെയിലിലേക്ക് വരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ 1-on-1 പേഴ്സണൽ സ്ട്രാറ്റജി സെഷൻ, അതിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ കമൻറ്റ് ബോക്സിലുണ്ട്. ഓരോ വീക്കിലും 3 സ്ലോട്ടേ കൊടുക്കുന്നുള്ളൂ. അത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്കിലുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.